ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വൈവാഹിക പ്രശ്നങ്ങളും മാധ്യസ്ഥവും എന്ന വിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരുന്നു. വിജയരാമൻ സാർ അതിന്റെ പ്രധാനപ്പെട്ട ചില ഏരിയകളെല്ലാം പറഞ്ഞു, 7 സ്റ്റെപ്പുകൾ പറഞ്ഞു. അതിന് തുടർച്ചയായിട്ട് ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാം. മധ്യസ്ഥത്തെ സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിരുന്നു. തുടർച്ചയായി വീണ്ടും നമുക്ക് കിടക്കാം. സോ നമ്മുടെ എല്ലാവരുടെയും പേരിൽ വിജയരാമൻ സാറിനെ പേര് ക്ഷണിക്കുകയാണ്. വിജയരാമൻ സാർ, താങ്ക് യു സാബു സാർ. അപ്പോ ഇന്നലെ കഴിഞ്ഞ തവണ ക്ലാസ്സിന് വന്നിരുന്നവര് എന്നെ കൂടെ ഉണ്ടാവും, ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോ എന്തൊക്കെയാണ് പറഞ്ഞത് ഏകദേശം അറിയാമല്ലോ അല്ലെ? ഞാനത് വീണ്ടും ആവർത്തിക്കുകയില്ല. ഞാൻ ഒരു മണിക്കൂറിന്റെ സമയ ക്ലിപ്തതയില് കുറച്ചും കൂടി കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന വിഷയമാണ്. അതുപോലെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നല്ല കുടുംബം, നമുക്കറിയാം കുടുംബം എന്നുള്ള ഒരു സംവിധാനം അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടിസ്ഥാനപരമാണ് രാജ്യത്തിന്റെ. അതിന്റെ ക്ഷേമം, അത് നന്നാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. നമുക്കൊക്കെ നാമെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നു, നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ നന്മക്ക് ഈ മെട്രിമോണിയൽ കോൺഫ്ലിക്ട്സ് ഇല്ലാതാക്കുക എന്നതുള്ള അത്യാവശ്യ കാര്യമാണ്. മെട്രിമോണിയൽ കോൺഫ്ലിക്ട്സ് അതായത് വിവാഹ പ്രശ്നങ്ങൾ, വൈവാഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് സാധാരണയാണ്. ഇത് ഏത് കുടുംബത്തിലും ഉണ്ടാവും, ഏത് വിവാഹത്തിലും ഉണ്ടാവും. പക്ഷെ അത് പരിഹരിക്കാതിരിക്കുന്നതിൽ ആണ് തിന്മകൾ ഉണ്ടാകുന്നത്, ഡിവോഴ്സുകൾ ഉണ്ടാകുന്നത് ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വിഷയം വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇപ്പോ ഇതേവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടിയും കാണണമെന്നുണ്ടെങ്കിൽ, കേൾക്കണമെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോ റെക്കോർഡിങ്, ആദ്യ ഭാഗത്തിന്റെ വീഡിയോ റെക്കോർഡിങ് ഒന്നുകൂടി കേൾക്കണം. പിന്നെ എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം, കോൺഫ്ലിക്റ്റ് അല്ലെ, അതാണ് വിഷയം. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം അതാണ്. കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നത് നമ്മൾ കേട്ട, ഞാൻ പറഞ്ഞതിലും അതുപോലെ തന്നെ എന്നെ കേട്ടവരും തമ്മില്. അപ്പോ അവര് പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. ദമ്പതികൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോ അതിനോടൊരു വിയോജിപ്പ് പറഞ്ഞു. എന്താണ് ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഈ ഞാൻ പറയാം, ഞാൻ എല്ലാം അറിയുന്ന രീതിയിലല്ല ഈ ക്ലാസ് എടുക്കുന്നത്. ഞാൻ എല്ലാം അറിയുന്ന ആളുമല്ല. എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിൽ ഞാൻ പറയുന്നതിന് ഇന്ററപ്റ്റ് ചെയ്യാം, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് പരിഹരിക്കപ്പെടും എന്നാണോ അഭിപ്രായം? അതാണോ വേണ്ടത്, അതോ അഡ്ജസ്റ്റ്മെന്റ് ആണോ വേണ്ടത്? സാർ, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കി, മറ്റൊരാളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാൻ സാധിക്കുമെന്നാണ് അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ കൂടുതൽ അവയർനെസിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വ്യക്തികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ആ സ്പോട്ടിൽ നടക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലായിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും, അടുത്ത സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ്മെന്റ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, പരസ്പരം ഈ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഏതാണ് അത് പരസ്പരം മനസ്സിലാക്കി അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്നു. പക്ഷെ ചില കോണ്ടക്സ്റ്റിൽ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാകാം. വേറെ ആരെങ്കിലും അഭിപ്രായം കൊണ്ട് പറയാം കേട്ടോ, തുറന്നു പറയാം അഭിപ്രായം. എല്ലാം തികഞ്ഞവരെ കിട്ടില്ല, പക്ഷെ പരസ്പരം മനസ്സിലാക്കി പെരുമാറിയ പ്രശ്നങ്ങൾ അപ്പോഴപ്പോഴും പറഞ്ഞു തീർക്കുകയും ചെയ്താൽ നന്നായിരിക്കും. സാറ് ഈ ഒരു തർക്കത്തിൽ ഒതുക്കണം. നമ്മള് തർക്കങ്ങൾ കൈകാര്യം ചെയ്തിട്ടിരിക്കുകയാണ്. തർക്കം ഇതാണ്,
അണ്ടർസ്റ്റാൻഡിങ് ആണ് അത്യാവശ്യം, ഏറ്റവും പ്രധാനം അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന്, അല്ല അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ആണ് പ്രധാനം എന്ന് ഞാൻ പറയുന്നു. അണ്ടർസ്റ്റാൻഡിങ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അണ്ടർസ്റ്റാൻഡിനേക്കാളും വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയുന്നു. ഇതാണ് തർക്കം. എന്താണ് അഭിപ്രായം? സാറേ ശരിക്കും അഡ്ജസ്റ്റ്മെന്റ് വേണമല്ലോ സാറേ, കാരണം പല പ്രവൃത്തികളിൽ നമ്മള് മുഴുകുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലല്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പൊ എന്നോട് യോജിക്കുകയാണ് അല്ലെ? എന്നോട് യോജിക്കുകയാണ്. യോജിക്കുകയാണ്. കാരണം അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ? എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ? വേണം, അതും വേണം. കാരണം അണ്ടർസ്റ്റാൻഡിങ് വേണം, അഡ്ജസ്റ്റ്മെന്റും വേണം സാറേ. കാരണം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഒരാളുടെ താല്പര്യം അവിടെ സംരക്ഷിക്കപ്പെടില്ലല്ലോ. അതെ. ഈ അണ്ടർസ്റ്റാൻഡിങ് ഉദ്ദേശിക്കുന്നത് എന്താ സത്യത്തില്? ഓരോരുത്തരും തമ്മിൽ ആദ്യം അണ്ടർസ്റ്റാൻഡിങ് വേണം. ഈ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി അഡ്ജസ്റ്റ്മെന്റ് വേണം. രണ്ടും അത്യാവശ്യമാണ്, ഒന്ന് മാത്രമല്ല. കൂടാതെ പരസ്പരം ശരിക്കും മനസ്സിലാക്കുകയും ചെയ്യണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ ഇന്നതാണ്, അതേ രീതിയിൽ ചെയ്യാനനുസരിച്ച് പെരുമാറാൻ സാധിക്കും. സാറേ അതല്ലേ അണ്ടർസ്റ്റാൻഡിങ്? അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൽ, അതാണോ സത്യത്തിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ചോദ്യം. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാല് ഈ പരസ്പരമുള്ള സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. എന്നിട്ട് അതിനനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. അതാണ് വേണ്ടത്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ആണ് വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് അല്ല പ്രധാനം, അല്ലേ? തർക്കം ഇതാണല്ലോ, അഡ്ജസ്റ്റ്മെന്റിനാണ്. അതല്ലാന്നേ അണ്ടർസ്റ്റാൻഡ്, അതായത് ഈ പരസ്പര വ്യക്തികൾ തമ്മിലുള്ള ഫിസിയോളജി, സൈക്കോളജി മുതലായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നടത്തുക, അഡ്ജസ്റ്റ്മെന്റ് നടത്തുക. ബോത്ത് രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റില്ല. അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റൂല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ നിൽക്കാനും പറ്റൂല. അപ്പൊ രണ്ടും അത്യാവശ്യമാണ്. അപ്പൊ സാറ് പറഞ്ഞ ശാരീരികവും മാനസികവുമായി മറ്റൊരാൾ അറിയുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലേ? അതല്ലേ പറഞ്ഞേ? അങ്ങനല്ലേ പറഞ്ഞേ? അതിൽ കുറെ കാര്യങ്ങൾ അതേമാതിരി കുറെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാണ്ട്. അതായത് ജനറ്റിക്കൽ ഡിഫറൻസസ്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാണ്ട്. അവരെ പശ്ചാത്തലങ്ങള്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, അവരെ വളർന്നു വന്ന പശ്ചാത്തലങ്ങള്, ഇതൊക്കെ അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് അവരെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ്, അതിനനുസരിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം. അതാണ്. അപ്പൊ രണ്ടിനും തുല്യ പ്രാധാന്യം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അബ്ദുറഹ്മാൻ സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ സാറി പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് എളുപ്പമാണ് സാറേ? എളുപ്പമൊന്നുമല്ല. മാക്സിമം നമ്മളതിന് പഠിക്കണം, നമ്മൾ അറിയണം, നമ്മളതിന് ശ്രമിക്കണം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലത്. ഇറ്റ് ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? അല്ല, രീതിയിലുള്ള സമഗ്രമായ അണ്ടർസ്റ്റാൻഡിങ് വളരെ എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? ഇനി ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള, ഞങ്ങൾക്ക് ഇതിന്റെ ക്ലാസിന്റെ അവസാനം അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ പറയും. അപ്പോ ഇതേവരെ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഒന്ന് സംക്ഷിപ്തമായിട്ട് പറയാം. അതായത് നമ്മളൊരു പ്രൊഡക്റ്റീവ് ലൈഫിന് വേണ്ടിയിട്ടാണ് പുരുഷനും സ്ത്രീ ഒന്നിക്കുന്നത്. അതിനെയാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡക്റ്റീവ് ലൈഫ്, സാധാരണ ബാച്ചിലറായിട്ട് നടക്കുമ്പോൾ ഒരു അങ്ങനെ ഒഴുകരെ പോകുന്ന ജീവിതം, അതിപ്പോ ഒരു പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ, അല്ലെ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്താ വിവാഹം കഴിച്ചാല്? ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് അത് പ്രത്യുൽപാദനമാണ്, റിപ്രൊഡക്ഷൻ. പിന്നെ രണ്ടാമത്തത് കുട്ടികളുടെ സംരക്ഷണമാണ്. മൂന്നാമത്തത് അവര് വളർച്ച ഉറപ്പാക്കുന്ന കരുതലാണ് അവരുടെ, അല്ലെ? കുട്ടികളോടൊപ്പം ഈ ദമ്പതികളും വളരുകയാണ് ചെയ്യുന്നത്. ഒന്നിച്ച് അങ്ങനെ അവരൊരു കുടുംബാവുന്നവര്. അവരുടെ ഏറ്റവും കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സാമൂഹ്യവൽക്കരണം, സോഷ്യലൈസേഷൻ, അല്ലെ? നമ്മൾ വളർത്തു ദോഷം ഉണ്ടാക്കരുത് കുട്ടികൾക്ക്, അല്ലെ? നമ്മൾ നന്നായിട്ട് വളർത്തും. സമൂഹത്തിൽ ആരും പറയരുത് ഇന്നാളുടെ കുട്ടിയാണ് നന്നായിട്ട് വളർത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അത് സാമൂഹ്യവൽക്കരണം, അത് നന്നാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ ഭാര്യയും ഭർത്താവിനും അവർ തമ്മിൽ അവർക്ക് വേണ്ട സമയം പരിപൂർണമായിട്ട് കിട്ടുന്നില്ല, പലതും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഇപ്പൊ മുതിർന്നവർക്ക് മുതിർന്നവരോട് നമ്മുടെ ഇളം തലമുറകൾക്ക് പണ്ടുണ്ടായിരുന്ന കാര്യത്തിൽ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇതൊക്കെ തെറ്റായ അഡ്ജസ്റ്റ്മെന്റിന്റെ ബലമാണെന്നാ ഞാൻ പറയുന്നത്. ഈ തെറ്റായ അഡ്ജസ്റ്റ്മെന്റിന്റെ ബലം തന്നെയാണ് ഡിവോഴ്സുകൾ കൂടുന്നതിന്റെയും കാരണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ശരിക്കും എന്താണ് ഇപ്പൊ ഈ ചില അഡ്ജസ്റ്റ്മെന്റ് തെറ്റാവുന്നതിന്റെ കാരണം വെച്ചാൽ പ്രതീക്ഷകള് അതുപോലെ യാഥാർത്ഥ്യങ്ങള് ഇവ തമ്മില് ഇതിന്റെ രണ്ട് ഇടയ്ക്കുള്ള പൊരുത്തക്കേടുകൾ, ഇതാണ് ഡിവേഴ്സുകൾ കൂടുതൽ വിവാഹമോചനങ്ങളിലേക്ക് നടക്കുന്നത്. അപ്പൊ ഞാനിനി സ്ക്രീൻ ഷെയർ ചെയ്യാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടായിരിക്കില്ല അല്ലെ? ഇല്ലേ? ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ വിഷയം. അറിയാവുന്ന കാര്യമാണ് മെട്രിമോണിയൽ കോൺഫ്ലിക്ട്സ് ആൻഡ് മീഡിയേഷൻ അല്ലെ? ഇതാണ് നമ്മുടെ വിഷയം. ഇനി ഞാൻ നിർത്തി വെച്ചെടുത്തു നിന്ന് തുടങ്ങാണ്. ഇവിടുന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ. ഒരു മിനിറ്റ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്ലൈഡുകൾ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പിന്നീട് ചോദിക്കാന്നുള്ളതാണ്. ഇനി നമ്മൾ എത്തി നിൽക്കുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മീഡിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് മധ്യസ്ഥം. അതായത് ഒരു വൈവാഹിക പ്രശ്നമുണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതായത് അഭിപ്രായ വ്യത്യാസത്തിൽ തുടങ്ങിയിട്ട് അത് പിന്നെ അപകടകരമായുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് വൈവാഹിക പ്രശ്നം. അപ്പൊ എങ്ങനെ അതിനെ മധ്യസ്ഥം ചെയ്യും? അതിന് 6 സ്റ്റെപ്പുകളാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിന് പറയുന്നത് ഇൻട്രോഡക്ടറി റിമാർക്സ് എന്നുള്ളതാണ്. അത് ഭാര്യയും ഭർത്താവും ഉള്ളപ്പോൾ ഒന്നിച്ച് ഉള്ള സമയത്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ അന്തരീക്ഷം, അവരാ ചുറ്റുമുള്ള അന്തരീക്ഷം, അവരുടേതായുള്ള അന്തരീക്ഷം, ഈ പരസ്പരം ഭീഷണി ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതിന് ഈ കാര്യം പറഞ്ഞാൽ കേൾക്കാൻ പറ്റും എന്നുള്ളതിന് യോജിക്കുന്നതായിരിക്കണം. പിന്നെ ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അവർ കുറച്ച് സമാധാനത്തിലെത്തുന്ന അവസ്ഥയിലായിരിക്കണം. പിന്നെ ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഇതൊക്കെ നേടിയെടുക്കാം. അതിനുള്ള കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കൂടുതൽ ഞാൻ എടുക്കുന്നില്ല. അപ്പൊ ഇപ്പൊ തന്നെ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഒരു പ്രസ്താവന നടത്തും. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ മീഡിയേറ്റ് ചെയ്യുന്ന നമ്മൾ എങ്ങനെ ഈ പ്രശ്നത്തെ കാണുന്നത് അവരെന്ന് പറഞ്ഞു മനസ്സിലാക്കും ആദ്യം. എന്നിട്ട് ഈ അവരുടെ റോള് പറയും. പിന്നെ മധ്യസ്ഥന്റെ നിഷ്പക്ഷനായിരിക്കും മധ്യസ്ഥൻ എന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുക്കും. പിന്നെ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും, ഒരു ടൈം ഫ്രെയിം. ഇത്ര സമയത്തിൽ നമ്മൾ ഈ കാര്യം അവസാനിപ്പിക്കുമെന്ന് അവരെടുത്ത് പറയും. ചില നിയമങ്ങൾ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ട് അവരുടെ സമ്മതത്തോടുകൂടി ഏർപ്പെടാം. അപ്പൊ എന്തൊക്കെ വൈദഗ്ധ്യം വേണം നമുക്കിതിനെ? അതായത് റാപ്പോർട്ട് ബിൽഡിംഗ്, കൗൺസിലർ ആയുള്ള ഒരാൾക്ക് അറിയാം എങ്ങനെയാണ് റാപ്പോർട്ട് ബിൽഡിംഗ്. അപ്പൊ ആദ്യം തന്നെ റാപ്പോർട്ട് ബിൽഡിംഗ് ചെയ്യണം ഇവരായിട്ട്. സ്ട്രക്ചർ ചെയ്യണം. സ്ട്രക്ചറിങ് ഉള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോന്നും ഓരോ ഭാഗത്തേക്കാക്കിയിട്ട് വിഭാഗീകരിക്കാനുള്ള കഴിവ്. ഓക്കെ. ഇനി രണ്ടാമത്തേത് ക്ലിയർ ആണോ? എന്തെങ്കിലും കൂടുതൽ പറയാണ്ടതില്? ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഒരു കൗൺസിലർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ ചെയ്യേണ്ടത്. ഇനി ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഉല്ലാന സാർ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? കേൾക്കാനില്ല. അൺമ്യൂട്ട് ചെയ്യണം. കറക്റ്റ് ആണ്. മധ്യസ്ഥൻ അയാളുടെ ഫസ്റ്റ് നമ്മൾ ഒരു പറയാ ഇൻട്രോഡക്ടറി റിമാർക്സ്, അതായത് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. അതായത് മധ്യസ്ഥന്റെ റോള് നമ്മൾ പറയണം, അവരുടെ പങ്കാളിത്തം പറയണം, ചില നിയമങ്ങൾ ഉണ്ടാക്കണം, ആ നിയമങ്ങൾക്കനുസരിച്ച് ഇത് നടക്കുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാക്കണം. രണ്ടാമത്തത് രണ്ടുപേരും ഭാര്യയും ഭർത്താവും പ്രശ്നങ്ങൾ പറയലാണ് രണ്ടാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ ഘട്ടം.
അതിൽ ഒരാൾ പറയുമ്പോൾ മറ്റാൾ തടസ്സപ്പെടുത്തരുത്. ആരാദ്യം പറയണമെന്ന് തീരുമാനിക്കുന്നത് അവകാശം മധ്യസ്ഥനുള്ളതാണ്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി യോജിച്ചിട്ടൊരു അഭിപ്രായമായിരിക്കും. ഇതില് ഈ മധ്യസ്ഥന്റെ കഴിവുകൾ, വൈദഗ്ധ്യങ്ങള്, ഒബ്സർവേഷന്റെ കഴിവാണ്, നിരീക്ഷണത്തിനുള്ളത്. പിന്നെ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കാനുള്ള ഒരു കഴിവാണ്. പിന്നെ അനുമാനിക്കാൻ, പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ അനുമാനിച്ചെടുക്കണം. പിന്നെ ചില ഊഹങ്ങൾ ഉണ്ടാക്കാനും കഴിയണം. ഇവർ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നതായിരിക്കില്ല ശരി, പറയാതെ പറയുന്നത് ഉണ്ടായിരിക്കും. അതൊക്കെ ഊഹിക്കാനുള്ള കഴിവാണ് കഴിവ്. പിന്നെ ഇനിയത്തെ സ്റ്റേജ് വിവരങ്ങൾ ശേഖരിക്കലാണ്, ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് ടൈമാണ്. ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങളെ ചോദിക്കാവുള്ളൂ. എന്താണ് ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങളും ക്ലോസ് എൻഡഡ് ചോദ്യങ്ങളും വ്യത്യാസം? ക്ലോസ് എൻഡഡ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആശയവിനിമയം തടസ്സപ്പെടുത്തും. അതായത് എന്താണ് യെസ് ഓർ നോ, ഇല്ല, ഉണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കരുത്. കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കാതെ, അതിനാണ് ഓപ്പൺ എൻഡഡ് പറയുന്നത്. ഇതിന്റെ സ്കില്ല് പാരാഫ്രൈസിംഗ് ആണ്. കൗൺസിലിംഗ് പഠിച്ച ആൾക്കാർക്ക് അറിയാം പാരാഫ്രൈസിംഗ് എന്നാണ്. അതായത് ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ തിരിച്ചു പറയുന്നതിനാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന്, ഇത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ഒരു ചെറിയ ചോദ്യം വിട്ടുകൊടുത്താൽ ചിലപ്പോ പറയാം, അല്ല ഇതും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞ കാര്യം അവർക്ക് പരസ്പരം ബോധ്യപ്പെടുന്നതാണ് പാരാഫ്രൈസ്. കറക്റ്റ്. പറഞ്ഞതിന് ശേഷം ഇത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവരുടെ സമ്മതത്തില് മുന്നോട്ട് പോകുന്നതിനാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ സ്റ്റേജ് പ്രശ്നങ്ങൾ തിരിച്ചറിയലാണ്. അതായത് പ്രശ്നത്തില് ഒത്തുതീർപ്പ് പ്രതീക്ഷ ഉണ്ടാക്കുക, അതിനകത്ത് പാർട്ടികളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. നമുക്കത് തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ മോട്ടിവേഷന്റെ പവർ ഉണ്ടായിരിക്കും. ഇതിലെ വൈദഗ്ധ്യങ്ങൾ വരുന്നത് കൺഫ്രണ്ടിങ് ആണ്. കൺഫ്രണ്ടേഷൻ കൗൺസിലിംഗ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവാണുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രധാനപ്പെട്ട പ്രധാന പ്രശ്നം ഇതാണെന്ന് ഒരു അനുമാനത്തിൽ എത്തിക്കണം. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ഉറപ്പിക്കാനുള്ള ഒരു ലിങ്കിങ് ആൻഡ് കൺഫർമേറ്ററി സ്റ്റേറ്റ്മെന്റ് ഐസൊലേറ്റഡ് വെരിഫിക്കേഷൻ. അതായത് ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് അതിനെ പ്രധാന പ്രശ്നം ഇതാണ് എന്നുള്ളതിലേക്ക് അടുപ്പിക്കണം എന്നുള്ള കഴിവാണ്. പിന്നെ ലക്ഷ്യങ്ങൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പ്രിയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ അഞ്ചാമത്തെ സ്റ്റേജ് ബാർഗെയിനിങ് ആൻഡ് ജനറേറ്റിംഗ് ഓപ്ഷൻസ് ആണ്. വിലപേശലും ഉപായങ്ങൾ നിർമ്മിക്കുന്നത് ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. നമ്മള് ചില രംഗങ്ങൾ നമ്മൾ അനുമാനിച്ചുണ്ടാക്കിയെടുക്കും. എന്നിട്ടൊരു പ്രപ്പോസല് മേശപ്പുറത്ത് വെക്കും. ഈ പ്രപ്പോസൽ മേശപ്പുറത്ത് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് അവരുടെ അതേ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആണ് എന്നുള്ളതാണോ? അല്ല, ഒരിക്കലും അല്ല. അതിനോട് ബന്ധം ഉണ്ടാവരുത്. അങ്ങനത്തെ ആയിരിക്കണം, അങ്ങനെ ഒരു പ്രപ്പോസൽ ആയിരിക്കണം. പാർട്ടിക്ക് അത് എന്നിട്ട് ഈ പ്രപ്പോസൽ വെച്ചിട്ട് ഈ രണ്ടുപേർക്കും ഇത് മെച്ചപ്പെടുത്താൻ അവസരം കൊടുക്കണം. ഇതിന്റെ പൊട്ടൻഷ്യൽസ്, ഏതൊക്കെ പരിഹാര മാർഗങ്ങളുള്ള അതെല്ലാം ബ്രെയിൻ സ്റ്റോം ചെയ്യണം. അതാണ് അത്യാവശ്യം. പിന്നെ മധ്യസ്ഥൻ ഓരോരുത്തരായിട്ട് പ്രൈവറ്റ് ആയിട്ട് കൗൺസിലിംഗ് സെഷൻസ് എടുക്കണം രണ്ടുപേര്. സെഷന്റെ ലക്ഷ്യം ഈ പറഞ്ഞുള്ള പ്രപ്പോസല്, ഈ ഓപ്ഷൻസ്, അതിലൊരു പൊതുവ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. സാധ്യമായ പരിഹാരങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകം ചിന്തിക്കാനുള്ള അവസരം കിട്ടും. ഇനിയോ ഒരു കരാറിലെത്തണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ആറാമത്തെ സ്റ്റെപ്പ്. അതായത് കരാർ എന്ന് പറയുന്നത് എന്താണ്? കൊളാബറേറ്റീവ്, കോൺസെൻഷ്വൽ ആൻഡ് ഇൻഫോംഡ് മാനറിലായിരിക്കണം കരാറിലെത്തേണ്ടത്. ഇതാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കരാറിലെത്തുന്ന പ്രക്രിയയാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്, മധ്യസ്ഥം എന്ന് പറയുന്നത്. അപ്പൊ പാർട്ടികൾക്കായി തർക്ക പ്രശ്നങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം മധ്യസ്ഥനില്ല. ഒരിക്കലും ഇതെന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊന്നും മധ്യസ്ഥനില്ല. ഒരു നിയമവ്യവസ്ഥന് പകരമല്ല, അത് അവര് തമ്മിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുക മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് തന്നെ ഒന്നും കൂടുതൽ പറയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം. അതിൽ കംപ്ലീറ്റ് വിശദാംശങ്ങൾ എഴുതിയിട്ടുണ്ടാവും, എന്ത് കരാറിലാണ് എത്തിച്ചേർന്നുള്ളത്. പിന്നെ രണ്ടുപേരും അത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാൻ അവരോട് തന്നെ റിവ്യൂ ചെയ്യാൻ പറയാണ്. എന്നിട്ട് എന്തെങ്കിലും
പിൻവലിക്കണമെങ്കിൽ പൊതുവായി ചർച്ച ചെയ്തിട്ട് പിന്നെ പിൻവലിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഈ മധ്യസ്ഥം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, നീട്ടിക്കൊണ്ടുവരുത്. പിന്നെ മധ്യസ്ഥൻ എങ്ങനെയുള്ള ആളായിരിക്കണം? മധ്യസ്ഥൻ ആ കക്ഷികളായിട്ട് ഒരു ബന്ധമുണ്ട്, നേരിട്ട് ഒരു ബന്ധവും ഉണ്ടാവരുത്, സ്വന്തം താല്പര്യം ഉണ്ടാവരുത് പ്രശ്നത്തിൽ. അങ്ങനത്തെ ഒരാളെ മധ്യസ്ഥം ചെയ്യാൻ പറ്റുള്ളൂ. ഉപദേശിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവർ ഈ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടത്. മറ്റുള്ളവരെ ഭരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവരും മാറി നിൽക്കണം. ഈ ജഡ്ജിമെന്റൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരും മാറി നിൽക്കണം. പിന്നെ ഈ രണ്ട് വ്യക്തികളുടെ ആശയവിനിമയങ്ങൾ നൽകുന്ന ആൾക്കാരായിരുന്നു, രണ്ടുപേരെ സംസാരിക്കാനുള്ള അവസരം വഴി ഉണ്ടാക്കാൻ കഴിയുള്ള ആൾക്കാരായിരിക്കണം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഉല്ലാൻ സാർ പറഞ്ഞ പോലെ സജസ്റ്റ് ചെയ്യാം ചില കാര്യങ്ങൾ, ചില സജഷൻസ് ആണ് നൽകുക കൗൺസിലർമാരെ എന്ന് ഉല്ലാൻ സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയായ കാര്യമാണ്. പക്ഷെ അത് പ്രശ്നത്തിന്റെ ഭാഗം ഒരിക്കലും ആകരുത്. അതാണ്, പരിഹാരത്തിന്റെ ഭാഗമാകരുത്. പ്രശ്നത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല സജഷൻസ്, പൊതുവായ സജഷൻസ് ആയിരിക്കണം. പിന്നെ ഈ മധ്യസ്ഥൻ എന്ന് പറഞ്ഞ രണ്ടുപേരും തമ്മിലുള്ള ഒരു സഞ്ചാര വഴി മാത്രമാണ്. എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്? വ്യക്തമായിട്ട് അജണ്ട ഉണ്ടായിരിക്കും, അത് സ്ട്രിക്റ്റ് ആയിരിക്കും. അജണ്ട നേരത്തെ തന്നെ പറയണം, ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യക്തമാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ തർക്കം അറിയാൻ ഒരു വൈദഗ്ധ്യമുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളത്. അത് അറിയുകയാണ്. അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം പിന്മാറുകയാണ് വേണ്ടത്. പ്രശ്നവും അതിന്റെ റെഫറൻസും വിവരിക്കുക വഴിയും അതുവഴി ആശയവിനിമയ സംവിധാനം ഉണ്ടാക്കുക വഴിയും. ഈ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിവരിക്കണം, എന്നിട്ട് അതിനനുസരിച്ചുള്ള ആശയവിനിമയ സംവിധാനം ഉണ്ടാക്കണം. പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പ്രശ്നത്തിന്റെ പൊതുവായിട്ടുള്ള വശങ്ങള് അത് തിരിച്ചറിയണം. ഒരു ഒത്തുതീർപ്പ് പരിഹാരം ലക്ഷ്യമാക്കി, അന്തിമ ലക്ഷ്യമാക്കി ശരിയായ ചർച്ചകൾക്ക് സഹായിക്കണം. കെല്ലി എന്നുള്ള ഈ രംഗത്ത് വളരെയധികം ഗവേഷണം നടത്തിയുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ ഈ ഡൈനാമിക്സിൽ ഇത്തരത്തിലുള്ള മീഡിയേറ്ററി ആക്ടിവിറ്റി പ്രശ്നപരിഹാരം മാത്രമല്ല, അവർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തലും കൂടി ഒരു വലിയ കാര്യമാണ് ഇതില്. ഇനി ഇതാണ് നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം. ഒരു ശരിയായ കൗൺസിലർ ജന്മന ഉണ്ടാവുക, ചില ആൾക്കാർക്ക് ഇങ്ങനെ പ്രത്യേക കഴിവുണ്ടായിട്ട് ജനിക്കും അവര്, അതോ പരിശീലനം വഴിയാണോ നേടേണ്ടത് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. എന്താണ് ഇപ്പോഴത്തെ അഭിപ്രായം സുലൈന സാർ? ഒരു മെട്രിമോണിയൽ കൗൺസിലർ ജന്മന ആണോ പരിശീലനം വഴിയാണോ ഉണ്ടാകുന്നത്? സുലൈന സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ സമയം നഷ്ടപ്പെടുന്നില്ല. ഈ ഒരു മെട്രിമോണിയൽ കൗൺസിലർക്കുള്ള ഗുണങ്ങൾ, ചില ഗുണങ്ങളുള്ള ആൾക്കാർക്ക് മെട്രിമോണിയൽ കൗൺസിലർമാരാവാൻ പറ്റുള്ളൂ. എല്ലാ കൗൺസിലർമാർക്കും മെട്രിമോണിയൽ കൗൺസിലർമാർ ആകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഗുണങ്ങളാണ് അവർക്ക് വേണ്ടത്? അതായത് മെച്യൂരിറ്റി, അതായത് പക്വതയുടെ ട്രേറ്റ്സ് ഓഫ് മെച്യൂരിറ്റി ഉള്ള ആൾക്കാർക്ക്, അതായത് കുട്ടിത്തം കൂടുതലുള്ള ആൾക്കാർക്ക് പറ്റില്ല. പിന്നെ വിറ്റ്, അതായത് നല്ല ബ്രെയിൻ പവർ, നല്ല മെന്റൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ നല്ല തമാശ പറയാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം. ക്രിയേറ്റീവ് ഇന്റലിജൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അലിഞ്ഞു ചേരാൻ കഴിയുന്ന ആൾക്കാരുമായിരിക്കണം. ഇനി നെക്സ്റ്റ്, ഇനിയിപ്പോ ഒരു പ്രത്യേക വൈവാഹിക പ്രശ്നം ഞാൻ മുന്നോട്ട് കൊണ്ടുവരാണ്. അതിന്റെ സ്റ്റേജുകളും വിവരിക്കണം. ഇവിടെയുള്ള വൈവാഹിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ഒരു ദമ്പതികളിലെ ഭർത്താവിന് വേലക്കാരിയോട് ഒരു ബന്ധമുണ്ട്. ഭർത്താവ് വേലക്കാരി എന്തോ ചെയ്യുന്നതായിട്ട് ഭാര്യ കാണുകയും ചെയ്തു. ഇതാണ് വഴക്കിന് തുടക്കത്തിന് കാരണം. അപ്പൊ അത് ഈ ഒരു സ്റ്റേജ് വഴിയാണ് ഈ കോൺഫ്ലിക്റ്റുകൾ തുടരുക എന്ന് പറയുന്നത്. അതിന് ഓരോരോ ഘട്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യം ജസ്റ്റർ ചേഞ്ച്, അംഗവിക്ഷേപ മാറ്റമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. നാം എല്ലാം ഇതൊക്കെ ഒരു പരിധിവരെ അഭിമുഖീകരിച്ച ആൾക്കാരാണ്. നമുക്കിതെല്ലാം
അറിയുന്നതായിരിക്കും. എങ്കിൽ കൂടി ശാസ്ത്രീയമായിട്ടൊന്ന് നോക്കാം. അതെങ്ങനെയൊക്കെയാണ് വരുന്നത്? ഇങ്ങനെയാണ് മാറുന്നത്. വാക്കുകളും അംഗവിഷയങ്ങളാണ് ആദ്യം മാറുന്നത്. അതായത് വേലക്കാരിയോട് ബന്ധം പറഞ്ഞാൽ വീട്ടിൽ നിൽക്കണമെന്ന് ഭാര്യയ്ക്ക് തോന്നില്ല. പിന്നീട് ഭാര്യയ്ക്ക് ഭയത്തിന്റെ, നിരാശയുടെയും വെറുപ്പിന്റെയും പേരുണ്ടാവും. ആദ്യം ഭയം ഉണ്ടാവും, നിരാശ ഉണ്ടായും, വെറുപ്പുണ്ടായും. ഇനി രണ്ടാമത്തെ കോൺഫ്ലിക്റ്റിന്റെ പീരീഡ് ആണ്. ഈ വേളകളിൽ പരസ്പരം പ്രതീകാത്മകമായിട്ടുള്ള പ്രഹരങ്ങളാണ് ഉണ്ടാവുക. സിംബോളിക് ബ്ലോസ് ആണ് ഉണ്ടാവുക. അത് വാക്കുകളാലോ ആവാം, ശാരീരിക പീഡനങ്ങളാലോ ആവാം. അതായത് അതിനൊരു ഉദാഹരണം പറയാണ്, ഭാര്യയുടെ ഐഡന്റിറ്റിക്ക് ഭീഷണിയായി ഭർത്താവ് എന്തോ ചെയ്തു. എന്താണ് ഭാര്യയുടെ ഐഡന്റിറ്റി? ഭാര്യ എന്നുള്ള ആ സ്ഥാനം, അതിന് ഭീഷണിയായിട്ട് ഭർത്താവിന്റെ ഭാഗത്ത് എന്തോ പ്രവൃത്തി ഉണ്ടായി. എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കുന്നില്ല. അത് ഭാര്യയ്ക്ക് ഒരുപാട് ശരീരവേദന ഉണ്ടാവും. കടുത്ത വാക്കുകൾ പറയാം. ഭർത്താവിന്റെ ആത്മാഭിമാനത്തെ ഉപദ്രവിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുറിയിൽ നിന്ന് പോകാം. പക്ഷെ ഭർത്താവ് സോറി പറഞ്ഞാൽ ഒന്ന് തണുത്തന്നിരിക്കും. അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പറയാണ്, എനിക്ക് എൻ്റെ ആ നിമിഷത്തെ ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരികമായ ആകർഷണം. അതുകൊണ്ട് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അലറി വഴക്കുകളിലേക്ക് നീങ്ങും. അപ്പോ ഇനി മൂന്നാമത്തെ സ്റ്റേജ് അക്കോമഡേഷൻ സ്റ്റേജ് ആണ്. ഈ പ്രശ്നത്തെ ഉള്ളിൽ കൊണ്ട് നടക്കും. എന്നിട്ട് സമാധാനത്തിനെതിരായുള്ള പ്രക്രിയ മനസ്സിൽ തുടങ്ങും. നാലാമത്തെ സ്റ്റേജ് റീഅസസ്മെന്റ് സ്റ്റേജ് ആണ്. അതായത് ഈ കോൺഫ്ലിക്റ്റ്, ഈ വഴക്ക് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരും. എന്നിട്ടോ, ഉദാഹരണം വീണ്ടും പറഞ്ഞു, ചില കാര്യങ്ങൾ വീണ്ടും കണക്കാക്കും. അതായത് ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോ ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യത്തില് ആ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? ഭർത്താവിനായിട്ട് പിണങ്ങിയിട്ട് ഡിവോഴ്സും അങ്ങനെയൊക്കെ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? ആ രീതിയിലൊക്കെ ചിന്തകൾ മനസ്സിൽ വരും. അപ്പോ കുട്ടികളെ ഓർത്ത് ക്ഷമിക്കും. അപ്പോ ഈ കോൺഫ്ലിക്റ്റ്, ഈ സംഘർഷം വീണ്ടും പുനർചിന്തിക്കും. ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇതിനനുസരിച്ച് ഒരു ഒത്തുതീർപ്പോ സോഴ്സോ ഒഴിവാക്കി നടത്തുന്നത്. ഒരു ഒത്തുതീർപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം തീരും. അതുപോലെ തന്നെ ഈ ഒരു സോഴ്സ്, അതായത് എവിടെ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായത്? വേലക്കാരിയിൽ നിന്നാണ്. വേലക്കാരിനെ പിരിച്ചുവിട്ടു, വേറെ പ്രശ്നമില്ല. അപ്പൊ ആ സോഴ്സ് ഒഴിവായി, അപ്പൊ പ്രശ്നം തീരും അല്ലെ? അപ്പൊ റീഅസസ്മെന്റിന്റെ ഫലങ്ങളെ ആശ്രയിച്ച് ഒത്തുതീർപ്പോ സോഴ്സോ ഒഴിവാക്കൽ നടത്തി കോൺഫ്ലിക്ട് വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യുന്ന, ഒന്നുകിൽ ഒഴിവാക്കാം ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട്, ഇല്ലെങ്കിൽ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാം. ഉള്ളിൽ ഉപദ്രവ ബുദ്ധിയോടുകൂടി തമ്മിൽ വഴക്കായിട്ട് ഭാര്യ ഭർത്താക്കന്മാര് ജീവിക്കും, തുടർച്ചയായിട്ട് ജീവിക്കും അല്ലെ? ഒന്നുകിൽ ഒത്തുതീർപ്പിലെത്താം, അല്ലെങ്കിൽ വഴക്ക് തുടർന്നിട്ട് മുന്നോട്ട് പോകാം. അപ്പോ ഈ എന്താണ് ഈ കോൺഫ്ലിക്റ്റുകളെ, എങ്ങനെ ഈ വഴക്കുകളെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? എന്താണ് തർക്കങ്ങൾ പരിഹരിക്കലാണ്. ഇതിനകത്തൊക്കെ ചില തർക്കങ്ങളാണുള്ളത്. ആ പരിഹരിക്കലാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. അതിന് ചില ടെക്നിക്കുകൾ ഇവിടെയാണ് ഉല്ലാനന്ദൻ സാർ പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പരിഹരിക്കപ്പെടുത്ത പ്രശ്നങ്ങൾ. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം അറിവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയാലും ഇതറിയാതെ പറ്റിയത് എന്താണ്? ആ ഇൻഫാക്ച്വേഷൻ പറഞ്ഞപ്പോൾ അലറി ഭാര്യ, എനിക്ക് ശാരീരിക ആകർഷണം കൊണ്ട് പറ്റിയതാണ് വേലക്കാരിയായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അലറി. അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണ്. അപ്പൊ ഇത് തന്നെയാണെന്ന് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഭാര്യയാണെങ്കിൽ മനസ്സിലാക്കുമായിരുന്നു, ഒന്ന് ക്ഷമിക്കുമായിരുന്നു. അപ്പൊ അതാണ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നീട് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തി ഒത്തുതീർപ്പെത്തും, അല്ലെങ്കിൽ സോഴ്സ് ഇല്ലാതെ, അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതാണ് കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ. സഹകരണത്തോടെ പ്രശ്നം ഒന്നിച്ച് പരിഹരിക്കലാണ്. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഫലപ്രദമായി പരിഹരിക്കലാണ്. 3 Cകൾ പ്രധാനപ്പെട്ട ഒരു കാര്യം: കമ്മിറ്റ്മെന്റ്, കോഓപ്പറേഷൻ, കോംപ്രമൈസ്. എന്താണ് കമ്മിറ്റ്മെന്റ്? അഹിംസാത്മകമായ കോൺഫ്ലിക്ട് പരിഹാര വൈദഗ്ധ്യങ്ങളാൽ സമാധാനം ചെയ്യുക. അതായത് ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ നാം അടിപിടിക്കില്ല എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ്. പിന്നെ അഥവാ വഴക്കുണ്ടായാൽ തന്നെ നല്ല രീതിയിൽ അത് പരിഹരിക്കാൻ മാർഗങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ പരിഹരിച്ച് നമ്മൾ സമാധാനത്തോടു കൂടി മാത്രമേ ജീവിക്കുള്ളൂ എന്നുള്ള കമ്മിറ്റ്മെന്റ്, പ്രതിജ്ഞാബദ്ധത എന്ന് മലയാളത്തിൽ പറയും. ഇതാണ്
ആദ്യത്തേത്. രണ്ടാമത്തേത് കോഓപ്പറേഷൻ. അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച ഒരു കുടുംബം ഒരു മഹത്തായ കാര്യമാണ്. അത് സഹകരണത്തോടുകൂടി പൊതുഗുണത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള കോഓപ്പറേഷൻ. മൂന്നാമത്തത് കോംപ്രമൈസ്. ബെൻഡിങ് ആൻഡ് മെൻഡിങ് എന്നാണ് പറയുന്നത്. വളയലും നന്നാക്കലും. ഒന്ന് വളയാൻ തയ്യാറാവണം, കാര്യങ്ങളൊന്ന് നന്നാക്കാൻ തയ്യാറാകണം. കുറച്ചൊന്ന് നമ്മൾ ഉപദേശിക്കുക. നമ്മള് പിടിച്ച മുയലിന് തന്നെ 2 കൊമ്പ് എന്ന് പറയാതെ കുറച്ചൊന്ന് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചിലത് നേടാനും കഴിയുമെന്ന കോംപ്രമൈസ്. 3 Cകൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നല്ലോ അല്ലെ? മുന്നോട്ട് പോകാനല്ലേ? എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇന്ററാക്ട് ചെയ്യാം, അതിനുള്ള അധികാരമുണ്ട്. നെക്സ്റ്റ് മറ്റൊന്നുള്ളത് 3 Rs ആണ്. റെസ്പെക്ട്, റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി. വഴക്കുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷോ റെസ്പെക്ട് ആൻഡ് യു വിൽ റിസീവ് റെസ്പെക്ട്. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഇത് നമ്മൾ സാധാരണ പറയാം. അതിന്റെ ഒരു വകഭേദം തന്നെയാണ് ഇത്. സാറേ മുമ്പിലത്തെ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കോ സാറേ? ഓക്കെ 3 Cs. ഓക്കെ, കമ്മിറ്റ്മെന്റ്, കോഓപ്പറേഷൻ, കോംപ്രമൈസ്. ഇതാണ് 3 Cകൾ. ഈ 3 Cകൾ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും, വഴക്കുകൾ ഇല്ലാതെയാവും. അതായത് മനസ്സിലായില്ലേ? എന്താ മനസ്സിലാവാത്തതില്? ക്ലിയർ സാർ. ക്ലിയർ അല്ലേ? അടുത്തത് 3 Rs ആണ്. റെസ്പെക്ട്, റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി. റെസ്പെക്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ബഹുമാനം? വളരെ പെട്ടെന്ന് ആരെങ്കിലും ഇത് പറയാമോ? ഒരാൾ മറ്റൊരാളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ചില ചടങ്ങുകൾ ചെയ്യലാണ്. ഭർത്താവ് വരുമ്പോൾ ഭാര്യ എണീറ്റ് നിൽക്കുന്നതാണോ ബഹുമാനം? അക്സെപ്റ്റിങ്ങോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഗീവ് ആൻഡ് ടേക്ക്, രണ്ടുപേരും പരസ്പരം റെസ്പെക്ട് ചെയ്യണം. അത് പറഞ്ഞു. എന്താണ് ബഹുമാനം എന്നാ ചോദിക്കണത്? ഇപ്പൊ ആരാ പറഞ്ഞത്? I consider the person as he is or as she is. അംഗീകരിക്കല്. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ട ആർക്കെങ്കിലും? അവരുടെ അവകാശത്തെ അംഗീകരിക്കുന്നതാണ്, അല്ല ആദരിക്കുന്നതാണ്. അവകാശത്തെ അംഗീകരിക്കുന്നത് അത് വേറെ സബ്ജക്ട് സാറേ. ഈ ബഹുമാനിക്കുക എന്ന് പറഞ്ഞ ചടങ്ങ്. ഭർത്താവ് വരുമ്പോ നിൽക്കുന്നു, അല്ല അധ്യാപകൻ വരുമ്പോ കുട്ടി മുണ്ടഴിച്ച് അല്ലെ മടിക്കുത്ത് അഴിച്ചിടുന്നു, ഇതൊക്കെ ബഹുമാനമാണ് നമ്മൾ പറയും. ഇതാണോ ബഹുമാനം? ബഹുമാനത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടത് ആ വ്യക്തി പറയുന്നത് മുഴുവനായും കേൾക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെ ആയിരിക്കും ബഹുമാനം. ആ വ്യക്തിക്ക് മുഴുവൻ സ്പേസ് കൊടുക്കുക. സ്പേസ് ആ വ്യക്തിയുടെ പറയുന്നത് മുഴുവനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ കേൾക്കുക. ഇതാണ് റെസ്പെക്ട്. അപ്പൊ റെസ്പെക്റ്റ് ആയി, റൈറ്റ്സ് ആയി. നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്, ബേസിക് റൈറ്റ്സ് ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ബേസിക് റൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോ മറ്റൊരാളുടെ അവകാശങ്ങൾ കൈകടത്താനും പാടില്ല. ഭാര്യയ്ക്കും ഭാര്യയുടേതായ ചില അവകാശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ എന്താണ്? ഭാര്യയ്ക്ക് ഭാര്യ എന്നുള്ള ഐഡന്റിറ്റി, അതല്ലേ ഈ ബന്ധം അല്ലെ? ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ് എന്നുള്ള ഐഡന്റിറ്റിയെ ഭീഷണിപ്പെടുത്താണ് ആ ഭർത്താവ് പ്രവർത്തിച്ചത് അല്ലെ? വേലക്കാരിയാണ് ഭാര്യ എന്നുള്ള നിലയ്ക്കാണ് വേലക്കാരിയുടെ അടുത്ത് പോയത് ഭർത്താവ് അല്ലെ? ആ ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെ? അങ്ങനെയൊക്കെയല്ലേ വരുന്നത് അല്ലെ? അപ്പൊ അത് ഒക്കെ അങ്ങനത്തെ. അപ്പൊ ചില അവകാശങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, അത് ചെയ്യാൻ പാടില്ല. റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം വേണം. സ്വന്തം പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഒരു കാര്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞ് അതിന് മാപ്പ് ചോദിക്കാനും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള പ്രവൃത്തി നമ്മൾ ഒരിക്കലും മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇനി നമ്മുടെ നമ്മൾ സംസാരിച്ചു വരുന്ന കുടുംബ സംഘർഷങ്ങളെ കുറിച്ചാണ്. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഈ കുടുംബ സംഘർഷങ്ങള്, അതായത് വൈവാഹിക പ്രശ്നങ്ങളില് ഇന്റൻസിറ്റി ഒരുപാട് കൂടും. അത് പരിഹരിക്കാൻ വളരെ വിഷമാണ്. പരിണതഫലങ്ങൾ വളരെ രൂക്ഷമാണ് അതിലുള്ളത്. പോസിറ്റീവായ കടുത്ത വൈകാരിക നിക്ഷേപം അതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് വൈകാരികമാണത്. അതുപോലെ തന്നെ പെട്ടെന്ന് എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള വൈകാരികത അതിലുണ്ടോ, പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത്രത്തോളം അത് നെഗറ്റീവായിട്ട് മാറും. പിടിച്ച കിട്ടാത്ത അവസ്ഥയിലോട്ട് പോകും. ഒരു പരസ്ത്രീ പുരുഷ ബന്ധോ ബാലപീഡനമൊക്കെ നടന്നു ചോദിച്ചോളൂ,
ഒരു കുടുംബത്തില് ബാലപീഡനം നടന്നു. അതുപോലെ കുട്ടികളെ വല്ലാതെ ദ്രോഹിച്ചു അച്ഛനമ്മ. അതുപോലെ തന്നെ ഇതൊക്കെ നടന്നു വെച്ചോളൂ. അപ്പൊ അത് ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെയധികം സ്നേഹമുള്ള ആൾക്കാരായിരുന്നു അവര്, ദമ്പതികള്. അതുപോലെ അച്ഛൻ മോനോട്, അമ്മക്ക് മോളോട്, അങ്ങനത്തെ വളരെ സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷെ ഇങ്ങനൊന്നും നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു അത്രത്തോളം വെറുപ്പിലോട്ട് പോകും. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ അതിന് സങ്കീർണത ഉണ്ട്, ഒരുപാട് കോംപ്ലക്സ് ആണ്. സ്നേഹം, ബഹുമാനം, സൗഹൃദം, വെറുപ്പ്, അസൂയ, മത്സരം, അംഗീകരിക്കായ്മ, നീരസം തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. അപ്പോ ഇതാണ് നമ്മൾ കുടുംബങ്ങളിൽ നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ. ഈ റാണി എന്ന ഒരു ഭാര്യയുടെ ഉദാഹരണം പറയാണ്. വളരെയധികം ദ്രോഹിക്കപ്പെട്ട ഒരു ഭാര്യയാണ്. അടിയാണ് കുടുംബത്തില്. അതിൽ കുട്ടികളെ ദിവസവും ദ്രോഹിക്കുകയാണ് അച്ഛനമ്മയും. എന്നാലും അവർ ആ കുടുംബത്തിൽ തന്നെ കഴിയും. കാരണം എന്താ, ഈ ദ്രോഹിക്കൽ മാത്രമല്ല അവർ ചെയ്യുന്നത്, അതിൽ ഇരട്ടി സ്നേഹാനുഭവങ്ങളുണ്ട്. പക്ഷെ ഈ ദ്രോഹിക്കൽ അതുകൊണ്ട് ശരിയാവുമോ? ഒരിക്കലും ശരിയാവുന്ന കാര്യമല്ല അല്ലെ. പിന്നെ സംഘർഷങ്ങളുടെ കാലയളവ്, അതായത് കോൺഫ്ലിക്റ്റുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്കിന്റെ കാലയളവ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം എന്താണ് കാലയളവ് തീരുമാനിക്കുന്നത്? ഒന്നും ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വഴക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു ശ്രമം നടത്താൻ മുന്നോട്ട് പോകുന്നത് ആണ് അതിന്റെ കാലയളവ് തീരുമാനിക്കുന്നത് അല്ലെ. കുടുംബ ബന്ധങ്ങൾ, ജീവിതകാലം, മാതാപിതാക്കൾ, നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ കുട്ടികളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി തന്നെയാണ് അല്ലെ. അപ്പൊ ഗുരുതരമായ സംഘർഷമായ കുടുംബ ബന്ധങ്ങൾ ദീർഘമായിട്ട് തുറന്നു കഴിഞ്ഞാൽ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ദോഷഫലങ്ങളാണ്. എത്രയും നേരത്തെ അത് പരിഹരിച്ചാൽ അത്രയും നല്ലതാണ്. പ്രത്യേകിച്ച് മാനസിക സംഘർഷങ്ങൾ, മനസ്സിന് വിഷമുണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റുകൾ, മനസ്സിൻ്റെതായുള്ള കോൺഫ്ലിക്റ്റുകൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇരട്ടിച്ച് അത് രോഗകരമായിട്ട് ആദ്യം നേരത്തെ പരിഹരിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ചില കുടുംബ വഴക്കുകൾ ഓരോരോ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, തരങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഭാര്യ ഭർത്തൃ വഴക്ക് അല്ലെ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എന്റെ ഫീലിംഗ് എന്നത് നമ്മുടെ ഫീലിംഗ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭർത്താവിൻ്റെയും കൂടി വിഷമമാണ് എന്ന് മാറ്റുന്നത് ഒരു സ്വഭാവമാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, വഴക്കുണ്ടാവില്ല എന്ന് പറയുന്നത്. ഇതാണ് വേണ്ടത്. പിന്നെ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണമെങ്കിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഭാര്യ ഭർത്താക്കന്മാര് ചങ്ങാതിമാർ, ഫ്രണ്ട്സിനെ പോലെ ജീവിക്കണം. ഭൂതകാല അനുഭവങ്ങൾ ഏറ്റുപറയണം പരസ്പരം. 50% വീട്ടുജോലി അല്ലെ എന്ത് ജോലി ഉണ്ടോ കുടുംബത്തിൽ അതെല്ലാം പകുതി ഭാര്യയും പകുതി ഭർത്താവും ചെയ്യണം. കുട്ടികൾ ഉണ്ടായിരിക്കണം കുടുംബത്തില്. അത് വൈവാഹിക സന്തോഷത്തിന് അത്യാവശ്യമായ കാര്യമാണ്. അപ്പോ തമ്മിലുള്ള എപ്പോഴും ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിരിക്കണം. ഒരിക്കലും നെഗറ്റീവ് ഫീലിംഗ് കൊണ്ട് നടക്കരുത്. നെഗറ്റീവ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം, വെറുപ്പ്, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാണ് ഉണ്ടാവുക. ഇത് പരിഹരിച്ച് അത്രേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, പോകാൻ പാടും. ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും വഴക്കുണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പക്ഷെ ഉണ്ടാകും. അതിനെ പരിഹരിക്കുന്നില്ലാണ് ബന്ധത്തിന്റെ ദൃഢത ഉണ്ടാവുക. ഈ പോസിറ്റീവ് കോൺഫ്ലിക്റ്റ് എന്തൊക്കെ? ഈ പ്രശ്നങ്ങള് ഉണ്ടാവുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വഴക്കില്ലാത്ത കുടുംബങ്ങളില്ല അല്ലെ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? ശരിയല്ലേ? ഒന്നില്ലെങ്കിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ അത് കുടുംബം അല്ലാതാവണം. വഴക്കുകൾ, കോൺഫ്ലിക്റ്റുകൾ ഏത് കുടുംബത്തിലുണ്ടാവും. ശരിയല്ല? അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയും ഉണ്ടാകും. ശരിയല്ലേ ഞാൻ പറയുന്നത്? അല്ലേ? കറക്റ്റ് ആണല്ലേ? ഓക്കെ, കറക്റ്റ്. അത് അംഗീകരിക്കുന്നു അല്ലേ? ഇപ്പൊ എന്റെ വീട്ടില് എന്റെ ഭാര്യയായിട്ട് എനിക്ക് ഒരു വഴക്കില്ല. അല്ലെങ്കിൽ എന്റെ കുടുംബത്തില് പരസ്പരം അച്ഛനും മോനും തമ്മിലോ അമ്മയും മോളും തമ്മിലൊന്നും ഒരു വഴക്കില്ല. ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് പോകുന്നതെന്ന് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കുടുംബത്തെ കുറിച്ചല്ല സംസാരിക്കുന്നതെന്ന് നമുക്ക് പറയാനുള്ളത് അല്ലെ? ചില പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കോൺഫ്ലിക്റ്റുകൾക്കുണ്ട്. എന്താണ്?
അത് ജീവിത സത്യമാണ്. അത് നമുക്കറിയാം. ഒരിക്കലും വഴക്കുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വഴക്കുണ്ട്, അല്ലെങ്കിൽ മോനും അച്ഛനും തമ്മിൽ ഒരു വഴക്കുണ്ട്, മോളും അമ്മ അല്ലെങ്കിൽ മോളും അങ്ങനെ വല്ല വഴക്കുണ്ടെങ്കിൽ അതൊരു പരാജയമായിട്ട് ഒരിക്കലും കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല. അത് പുതുതായി ഒന്ന് പഠിക്കാൻ, അതായത് കുറച്ചും കൂടി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു വഴി തെളിയിക്കുന്ന ഒരു കാര്യം മാത്രമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ എതിരിടുമ്പോൾ ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ പോവുക. ജീവിതം തന്നെ നന്നായി മാറുകയാണ് ചെയ്യുന്നത് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മോശമാകല്ല, കൂടുതൽ നന്നാവുകയും ചെയ്യാം. സംഘർഷത്തെക്കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാവുമ്പോൾ നല്ല കാര്യങ്ങൾ കുറച്ചും കൂടി, ജീവിതം കുറച്ചും കൂടി നന്നാക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവും നമുക്ക്. അതും കൂടി മനസ്സിലാക്കണം. പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് അവയർനെസ് കൂട്ടുന്നു, നമ്മുടെ ജീവിതം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഇതിലെ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നതിലേക്കാണ് നയിക്കുന്നത്. പിന്നെ ടെൻഷൻ വരുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അറിയാനുള്ള ഒരു അവസരമാണ് ഇതൊക്കെ വഴക്കുണ്ടാവുന്നത്. നിസ്സാര കോൺഫ്ലിക്റ്റുകൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുള്ളൂ. അത് വളരെ വരാനിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇതൊക്കെ ഒരു തമാശയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സന്തോഷകരമായുള്ള ജീവിതത്തിലേക്ക് നടക്കുക. പിന്നെ എത്ര ഒരു തരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞ്, രണ്ടാമത്തെ അടിസ്ഥാനപരമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. എന്താ അടിസ്ഥാനപരമായ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഡിവോഴ്സിലേക്കൊക്കെ നയിക്കുന്ന കോൺഫ്ലിക്റ്റുകൾ ഏതൊക്കെയാണ്? അതായത് വൈവാഹിക റോളുകൾ ചെയ്യുക വഴിയും കുടുംബത്തിന്റെ വിവാഹത്തിന്റെയും പ്രവർത്തനങ്ങൾ ചെയ്യുക വഴിയും ഈ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാകും. നമ്മൾ ഓരോ റോളുകളുണ്ട്, ഭർത്താവിന്റെ റോളുണ്ട്, ഭാര്യയ്ക്ക് റോളുണ്ട്. ഇത് ശരിക്കും ചെയ്യുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ബേസിക് കോൺഫ്ലിക്റ്റ്. അതായത് ഭാര്യ ഭർത്താവിന് കൂട്ടുകൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് കൂട്ടുകൊടുക്കണം. ജോലികൾ അവർ ചെയ്യേണ്ട ജോലികൾ വ്യക്തമായി രണ്ടുപേർ, ഭർത്താവിന്റെ ജോലിയുണ്ട്, ഭാര്യയുടെ ജോലി, അതാണ് റോൾ എന്ന് പറയുന്നത്. അത് ചെയ്യുക. പിന്നെ കുട്ടികളെ നന്നായിട്ട് വളർത്തുക. ലൈംഗിക ബന്ധം വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ നിരസിക്കൽ അല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വൈവാഹിക ബന്ധം തന്നെ ഇല്ലാതാക്കുന്ന വളരെ പ്രധാനപ്പെട്ട, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. എന്തൊക്കെയാണ്? ഒരു ഫ്രണ്ട്ഷിപ്പ്, അതല്ലേ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെ? കൂട്ടുകൊടുക്കുക, അല്ലെ? ഒന്നിച്ചു കൂടുക, അതല്ലേ? അത് വേണം, അത്യാവശ്യം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചു സ്ഥലങ്ങളിലേക്ക്, ഇതൊക്കെയല്ലേ കൂട്ടുകൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെ? പല കാര്യങ്ങളുണ്ട്. പിന്നെ ഇമോഷണൽ സപ്പോർട്ട്, അല്ലെ? നമുക്ക് അത് വിവാഹ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ? വൈകാരിക പിന്തുണ ഭാര്യ ഭർത്താവിന് കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കണം, അല്ലെ? പിന്നെ ജോലി, അവരുടേതായുള്ള ജോലികൾ കറക്റ്റായിട്ട് അവർ ചെയ്യുന്നു. കുട്ടികളെ വളർത്താൻ മടി കാണിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞത് അവസാനത്തെ കാര്യം. ഇനി ബേസിക് അല്ലാത്ത ചില, എന്നാൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ഭർത്താവിന്റെ ഈ ജോലി പറ്റില്ല, വേറെ ജോലി വേണം, വേറെ സ്ഥലത്ത് ഇപ്പൊ ദൂരദേശത്ത് വർക്ക് ചെയ്യണമെങ്കിൽ അടുത്ത് ഒന്ന് ജോലി ചെയ്യണം. ഭാര്യയ്ക്ക് ഇന്ന കാര്യം ഇഷ്ടമല്ല, ഭർത്താവിന് ചെയ്ത് ഇഷ്ടമല്ല. ഇതൊക്കെ പ്രധാനം തന്നെയാണ്, പക്ഷെ ഒരിക്കലും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളല്ല. കുടുംബം നോക്കാതിരിക്കില്ല ഭർത്താവ് ആ സമയത്ത്. ഭർത്താവിന് ജോലി അവിടെയാണെങ്കിൽ തന്നെ കുറെ ദൂരത്താണെങ്കിൽ തന്നെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഭർത്താവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടിസ്ഥാനപരമല്ല അതൊന്നും. ഓക്കെ. ഇനി വ്യക്തിത്വപരമായുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. അപ്പോ ചില സന്ദർഭങ്ങളിൽ വരുന്ന പ്രത്യേക ആവശ്യങ്ങളാണ് ഉണ്ടാവുന്നത്. അതായത് സാധനങ്ങൾ ചിലപ്പോൾ വെക്കേണ്ടടുത്ത് വെക്കില്ല, വീട്ടുജോലി വായിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ന കാര്യം ചെയ്യണം, അത് ഭർത്താവിന് ചെയ്യണം, ഭാര്യ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുക, അങ്ങനെ വിഭജിക്കാതിരിക്കുക. ഭാര്യയ്ക്ക് കൂടുതൽ ജോലി വരിക, അല്ലെ ഭർത്താവ് വല്ലാതെ വിഷമിക്കുക, ഭാര്യ ഒന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ അടിസ്ഥാനപരമല്ല എങ്കിൽ കൂടി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളെ വളർത്താനും രണ്ടുപേരും കൂടി ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എന്തെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അത് നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രോബ്ലംസ് ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇതൊക്കെ എങ്ങനെ മാറ്റേണ്ടത്? ഒന്നുകിൽ നമ്മൾ പറഞ്ഞ മധ്യസ്ഥ വഴി മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് സ്വയം മാറ്റാം. നമുക്ക് തന്നെ തീർപ്പുണ്ടാക്കാം, നമുക്ക് തന്നെ ബാർഗെയിൻ ചെയ്യാം, പരസ്പരം ബാർഗെയിൻ ചെയ്യാം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിലപേശാം, അങ്ങനെ അത് മാറ്റാം. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് ആണ്, വഴക്കാണ്.
വ്യക്തിത്വ വഴക്കുകൾ, വ്യക്തിത്വ കോൺഫ്ലിക്റ്റ്. അതെന്താണ്? വ്യക്തിത്വ ട്രെയിറ്റ് അല്ലെ, പേഴ്സണാലിറ്റി ട്രെയിറ്റ്സ് കാരണം, അതായത് അഗ്രഷൻ ഉള്ളൊരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ആണെങ്കിൽ വഴക്കുണ്ടാവും. അഗ്രഷൻ എന്ന സ്വഭാവം ട്രെയിറ്റ്, പേഴ്സണാലിറ്റി ട്രെയിറ്റ് ഉണ്ടെങ്കിൽ, ആക്രമണോത്സുകത, അതായത് എന്തിനും ചൂടാവുക പ്രകൃതം, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിനെ അടിക്കുക, ഇതൊക്കെ അതൊരോരോ വ്യക്തിത്വത്തിന്റെ സ്വഭാവങ്ങളാണ്, ട്രെയിറ്റ്സ് ആണ്, പേഴ്സണാലിറ്റി ട്രെയിറ്റ്സ്. അതുപോലെ ഡോമിനേറ്റിംഗ്, ഞാനാണ് മുമ്പൻ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടേ തീരൂ എന്നൊക്കെ പറയുന്നത് ഡോമിനേറ്റിംഗ് നേച്ചർ. അല്ലെങ്കിൽ ഡിപ്രഷൻ, വിഷാദരോഗമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഹോസ്റ്റ് എപ്പോഴും എല്ലാവരോടും ശത്രുതയാണ്, ഇങ്ങനെയൊക്കെ ചില സ്വഭാവം. അതുപോലെ എന്തും നശിപ്പിച്ച സന്തോഷം, അങ്ങനെയൊക്കെ ചില സ്വഭാവം. ഇതൊക്കെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചികിത്സ നടത്തണം, തെറാപ്പറ്റിക് സമീപനം അത്യാവശ്യമാണ്. ഇനി കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങള്, മാതാപിതാക്കൾ അവരോട് ഊഷ്മളമായും സൂക്ഷ്മമായും പ്രതികരിക്കുന്നതായും തമ്മിൽ അധികം കോൺഫ്ലിക്റ്റ് ഇല്ലാതാവെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചെറിയ ഓക്കെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ. കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഴി അടിപിടി ബഹളം ഉണ്ടാവും അല്ലെ. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? മാതാപിതാക്കൾ അവരോട് ഊഷ്മളായാലും സൂക്ഷ്മതയോടും പ്രതികരിക്കുന്നതായാലും തമ്മിൽ അധികം കോൺഫ്ലിക്റ്റ് ഇല്ലാതാവുന്നു. കുട്ടികളോട് നമ്മൾ ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെ നന്നായിട്ട് അവരെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒരാളോട് കൂടുതൽ മറ്റാൾ കുറവെന്ന് ഒരിക്കലും ഉണ്ടാവരുത്. അത് സിബ്ലിംഗ് റിവാലിറ്റി ഉണ്ടാക്കും. അപ്പൊ ഈ സിബ്ലിംഗ് റിവാലിറ്റി ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യും? പരസ്പരം എന്ത് ചെയ്യുന്നതാണ്. അതായത് കുട്ടികളായിട്ടുള്ള ഒത്തുതീർപ്പില്ലായ്മ പരിഹരിക്കുക. ഒന്നിച്ചു പോകണം കുട്ടികളായിട്ട്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോയാൽ മാത്രം പോരാ. അച്ഛനും മോനും, അമ്മയും മോളും, അല്ലെ അമ്മയും മോനും അച്ഛനും മോളും ഒക്കെ ഒന്നിച്ച് തന്നെ ഒത്തുതീർപ്പില്ലാത്ത ഒരു ഒത്തുതീർപ്പിൽ മുന്നോട്ട് പോകണം. ശത്രുക്കളെ പോലെ പോകരുത് എന്നർത്ഥം. ഫീലിങ്ങളെ കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിക്കാം പരസ്പരം. ഞാൻ ഇത് പറഞ്ഞു, എന്താ എനിക്ക് തോന്നിയത്, എനിക്ക് എന്താ വിഷമം ഉണ്ടായത്, ഞാൻ പറഞ്ഞപ്പോ എനിക്ക് വിഷമം ഉണ്ടായോ, അല്ലെങ്കിൽ ആ ഫീലിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. പിന്നെ ശക്തികൾ, നമ്മുടെ കഴിവുകളെ കുറിച്ച്, നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. അത് കുട്ടികളെ ആയിട്ട് തുല്യം ചെയ്യുന്നത് പകരമായിട്ട് കുട്ടികളെ എന്താ സഹായം ചെയ്യാം. ഞാൻ നിന്റെ പ്രായത്തിലൊക്കെ എന്താ ചെയ്തിരുന്നത് നിനക്കറിയാം അല്ലെ. ഒരു തുല്യം ചെയ്യലല്ലേ, കമ്പാരിസൺ. ഇതാണ് നടക്കുന്നത്. അതല്ല വേണ്ടത്. നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നോക്കിയിട്ട് അതാണ് പറയേണ്ടത്. പിന്നെ ഈ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുക കുട്ടികളായിട്ട്. ഇതൊക്കെ നമ്മളാണ്. ഇപ്പൊ എന്താ ഇതെന്ന് മനസ്സിലായത്? ആരെങ്കിലും ഒന്ന് പ്രതികരിക്കൂ. വഴക്ക് രണ്ട് കുട്ടികൾ തമ്മിലുള്ള സിബ്ലിംഗ് റിവറി എന്ന് പറഞ്ഞാൽ ഒരു മോനും മോളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ആൺമക്കൾ ഉണ്ടെങ്കിൽ അവര് തമ്മിലുള്ള വഴക്ക്, അവര് തമ്മിലുള്ള കാര്യമാണ് അല്ലെ, മത്സരം, അതല്ലേ റിവറി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കുടുംബ ബന്ധങ്ങൾ തകരാറുണ്ടാക്കുന്നത്. അപ്പോ ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മളാണ് ചെയ്യേണ്ടത്, നമ്മളാണ് മാറേണ്ടതാണെന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? നമ്മൾ കുട്ടികളോടുള്ള പെരുമാറ്റമാണ് മാറ്റേണ്ടത് എന്നുള്ളത് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. ഇനി മറ്റു അംഗങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ, അതും വഴക്കുകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അമ്മായിമ്മ പോരൊക്കെ അല്ലേ ഇൻലോകളായിട്ടുള്ള പ്രശ്നം. അതെങ്ങനെ ഉണ്ടാവുന്നേ? അതായത് ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ, തന്നോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ഇൻലോകൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായി തോന്നുന്നില്ല അല്ലെ. ഇൻഫ്ലുവൻസ് കൂടുതൽ അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ എന്താണ് തുടക്കത്തിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ വിവാഹത്തിന്റെ തുടക്കത്തില് കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു ആൻസൈറ്റി, അവര് ഇൻലോകളും പ്രശ്നം ഉണ്ടാക്കുന്ന ആൻസൈറ്റി കൊണ്ടാണ്, ഉത്കണ്ഠ കൊണ്ട്. ഇതിപ്പോ ഇവര് ഒരു പുതിയ ഒരാളവിടെ വീട്ടിൽ കുടുംബത്തിൽ വന്നിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അതാളത്തിലാവും എന്നുള്ള ആൻസൈറ്റിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിയായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ചെറിയ സാക്രിഫൈസ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് അവരെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകില്ല. പിന്നെ അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം വീട്ടിലുണ്ടാവും. അവരുടെ ഈ ഫീലിങ്ങുകളെ അഡ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും.
പിന്നെ എന്താണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്? അതായത് ഒരുപാട് വൈകാരിക വേദന ഉണ്ടാക്കുമ്പോൾ വഴക്ക് എന്ന് പറഞ്ഞ കാര്യം, കുടുംബ വഴക്ക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന വിഷയം. അപ്പൊ നമ്മൾ ചില ഡിഫൻസ് മെക്കാനിസങ്ങളിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും. അതൊന്ന് എസ്കേപ്പിസോൺ, പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതാക്കി അത്തരം പ്രശ്നമേ ഇല്ല, നമുക്ക് ഒരു വഴക്കില്ല എന്ന് പറയും. പുറമേക്ക് നമ്മൾ എക്സ്ട്രാ ഡീസന്റ് ആയിരിക്കും ഭാര്യ ഭർത്താവ്. അതാണ് എസ്കേപ്പിസം. റേഷണലൈസേഷൻ എന്താണ്? യഥാർത്ഥ കാരണങ്ങൾ ആത്മാഭിമാനത്തെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരാളുടെ പെരുമാറ്റത്തിന് തെറ്റായ ന്യായീകരണം എത്തുന്നു. ശരിക്കുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ മാനത്തോട് ജീവിക്കില്ല, അല്ലെ? അപ്പൊ എന്തോരും തെറ്റായ കാര്യങ്ങൾ നമ്മൾ പറയും. പിന്നെ മറ്റൊരാളെ കുറ്റപ്പെടുന്നതാണ് പ്രൊജക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് ഫീലിങ്ങുകളും നിരാശകളും അപ്രധാന സംഭവങ്ങളായിട്ട് മാറ്റണം, കൈമാറ്റം ചെയ്യുകയോ പകരം വയ്ക്കുകയോ ചെയ്യുന്നു. പിന്നെ ഇന്റലക്ച്വലൈസേഷൻ, ഇതിൽ ഒരാൾ തണുത്തും ദൂരെ നിന്നും ഇടപാടെയും അടുപ്പമുള്ള ബന്ധത്തിന്റെ ഭീഷണിയുള്ള സ്വഭാവം ഒഴിവാക്കുന്നു. ഒരാള് എന്താണ്, രണ്ട് കൈ അടിച്ചാലേ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യണേ? എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ സഹിക്കും, അല്ലെ? അപ്പൊ ഇതാണ് ഇന്റലക്ച്വലൈസേഷൻ. ഇതൊരു എസ്കേപ്പിസം ആണെന്ന് പറയുന്നത്. ഓക്കെ, സംഘർഷ മാനേജ്മെന്റ് പോസിറ്റീവ്, ചില പോസിറ്റീവ് സമീപനം വഴി സംഘർഷങ്ങള്, കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കാം. എങ്ങനെയൊക്കെയാണ്? ഇതാണ് പ്രശ്നത്തിന്റെ നമ്മള് ഉടമസ്ഥാവകാശം ആരെങ്കിലും ഒരാളെ ഏറ്റെടുക്കണം. ഈ കുടുംബത്തിനൊരു നാഥൻ വേണ്ടേ? ഒരു ലീഡർഷിപ്പ് എന്തായാലും ഏത് കുടുംബത്തിനും വേണം. അപ്പൊ അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊരു ഓണർഷിപ്പും വേണം. അത് പരിഹരിക്കാനുള്ള ഓണർഷിപ്പാണ്. പ്രശ്നം ഞാൻ ഉണ്ടാക്കിയെന്നുള്ളതല്ല പറയണ്ടത്. ഞാൻ ആ പ്രശ്നം എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ അല്ലല്ലോ, തെറ്റല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലേ? അത് ഉണ്ടായാൽ അത് നല്ല രീതിയിൽ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകും എന്ന രീതിയിലുള്ള ഓണർഷിപ്പ് ഒരാള് ഉണ്ടാവണം. അതിന് ഞാൻ എന്ന ഐ മെസ്സേജ് ഉപയോഗിക്കണം. ഞാൻ എന്ന നീയല്ല കാരണക്കാരി, നീയല്ല ഞാനാണ്, ഞാൻ എന്നുള്ള നിലയ്ക്കുള്ള സന്ദേശം, ഐ മെസ്സേജ് ആണ് വേണ്ടത്, യു മെസ്സേജ് അല്ല. ഈ വൈദഗ്ധ്യം ഇങ്ങനെ ഇത് നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ, ഈ സ്കില്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തമ്മിലുള്ള സംസാരം മെച്ചപ്പെടും. പിന്നെ തങ്ങളെ പരസ്പരം കുറ്റം പറയാതെ ദമ്പതികൾ നേരിട്ട് സംസാരിക്കുന്നുള്ളൂ. യു എന്ന നിങ്ങളല്ല കാരണം, ഞാനാണ് കാരണം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ വരണം. ഞാൻ സന്ദേശത്തിൽ താഴെ പറയുന്ന 3 ഘടകങ്ങളാണുള്ളത്. എന്താണ് ഞാൻ? അത് വളരെ പ്രധാന, ഐ മെസ്സേജ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെയാണുള്ളത്? സന്ദർഭത്തിന്റെ കുറ്റപ്പെടുത്താത്ത ഒരു വിവരണം, നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. പിന്നെയോ അതിന്റെ കണക്കാക്കാം, നമ്മൾ ടാഞ്ചിബിൾ ആയിട്ടുള്ള എഫക്ട്സ് നമുക്ക് കിട്ടും. പിന്നെ എന്താ യഥാർത്ഥ ഫീലിംഗ് പുറത്തോട്ട് വരും. കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. എനിക്ക് സാധാരണ കാര്യം വഴക്ക് വരുന്ന ദേഷ്യമാണ് പ്രകടിപ്പിക്കപ്പെടുക. പക്ഷെ ദേഷ്യമല്ല ശരിക്കും മനസ്സിന്റെ അകത്തുള്ള വികാരം. സങ്കടമാണ്, ദുഃഖമാണ്, വിഷമമാണ്. അപ്പോ ആ യഥാർത്ഥ ഫീലിംഗ് ദുഃഖമാണ്. ആ ദുഃഖം തന്നെ അങ്ങോട്ട് വരും. അപ്പൊ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. പിന്നെ എംപത്തിക് ലിസണിങ്, ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് എംപതി അറിയാമല്ലോ, അല്ലെ? മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ നോക്കുക. ഒരു അല്ലെ, നമ്മൾ ഒരിക്കലും വാല്യുവേറ്റ് ചെയ്യരുത്, മൂല്യനിർണ്ണയം ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കി കേട്ടിട്ട് അത് അവരോട് പറയണം, പാരഫ്രൈസ് ചെയ്യണം. ഫീലിംഗ് പാരഫ്രൈസ് ചെയ്യണം. അപ്പൊ പാരഫ്രൈസ് ചെയ്ത് അവര് ചോദിക്കണം അവരുടെ അടുത്ത്, അതല്ലേ നിനക്ക് തോന്നി, ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ അവരുടെ സമ്മതം കൂടി ആ രീതിയിലേക്ക് സംസാരങ്ങൾ പോകണം. അതാണ് എംപതിക് ലിസണിങ്. അപ്പൊ അതുപോലെ പറയാതിരുന്ന വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കണം. ചില പറയാതെ പറയുന്ന ചില സത്യങ്ങൾ ഉണ്ടാവും, പരസ്പരം പറയാതെ പറയുന്ന സത്യങ്ങൾ, നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. അപ്പോ ചില അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളെ, എനിക്ക് ഒത്തിരി അനുഭവം കണ്ട അത്തരത്തില് ഈ പറയാതെ പറയുന്നത് മനസ്സിലാക്കും. വിശപ്പുണ്ടെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് അവർക്ക് അറിയാൻ പറ്റും, പറയേണ്ട കാര്യമില്ല, ഭക്ഷണം തരും. അത് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലും ആകാം. അമ്മയ്ക്ക് മോനോട് മാത്രമല്ല, മക്കളോട് മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർക്കും തമ്മിലാവുന്ന, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ
എന്താണ് പാരാഫ്രൈസിംഗ് ആണ് പറയുന്നത്, പറഞ്ഞത് തിരിച്ച് അങ്ങോട്ട് പറയുക. അപ്പൊ എന്നിട്ട് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ വ്യക്തത ഇടുക. അതായത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു സൊല്യൂഷൻ നെഗോഷിയേറ്റ് ചെയ്യണം. താഴെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായില്ല അതിനൊരു പരിഹാരം നമ്മൾ കാണണം മനസ്സിൽ. എന്നിട്ട് അത് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. ഒരു പ്രത്യേക പ്രവൃത്തിയോ മാറ്റത്തിന് വേണ്ടി എന്തെങ്കിലും ചെറിയ മാറ്റം പറ്റിയാൽ മതി, ചെറിയ കാര്യം ചെയ്താൽ മതി, പ്രശ്നം മാറും. അത് വെറും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, വ്യക്തതയോട് കൂടിയിട്ട് ഉറപ്പിട്ട് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നമ്മൾ പറയണം. അതായത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. നെഗോഷിയേഷൻ ദമ്പതികളുടെ ആത്മാഭിമാനത്തിലും പരസ്പര വിശ്വാസത്തിലും ആശ്രയിച്ചിരിക്കും. നെഗോഷിയേഷൻ ബുദ്ധിമുട്ട്, റോൾ സ്ട്രെയിൻ, അതായത് നമ്മുടെ ഇല്ലാതാക്കിയ വ്യക്തിപരവും ബന്ധ വളർച്ചയിലേക്ക് നയിക്കും. അപ്പോ അഡ്ജസ്റ്റ്മെന്റിലേക്ക്, അതുപോലെ സാറ്റിസ്ഫാക്ഷനിലേക്ക്. പിന്നെ പരസ്പരം ഫീലിങ്ങുകൾ തിരിച്ചറിയണം, പ്രകടിപ്പിക്കണം. ഫീലിങ്ങിനോട് ആശങ്ക തോന്നാൻ അവർ തിരിച്ചറിയണം. ഭാര്യയുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്ന് തിരിച്ചറിയാൻ ഭർത്താവിന് കഴിയണം. ഭർത്താവിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു തിരിച്ചറിയാൻ ഭാര്യയ്ക്ക് കഴിയണം. അത് ഹൃദയംഗമമായ രീതിയിൽ പ്രകടിപ്പിക്കണം. എന്നിട്ട് അതിന് പകരം പരസ്പരം ഫീലിങ്ങുകൾ പ്രകടിപ്പിക്കാൻ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് വേണം. ഓക്കെ, 840 കുറച്ചും കൂടി സ്ലൈഡുകൾ എൻ്റെ അടുത്തുണ്ട്. അത് കംപ്ലീറ്റ് സാർ എന്ത് പറയണം, അതും കൂടി കംപ്ലീറ്റ് ചെയ്യണോ? സാർ കേൾക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റഡ് ആണോ? കുറച്ചും കൂടി സ്ലൈഡുകൾ ഉണ്ട്. ഓക്കെ സർ, കുറച്ചും കൂടി പറയാം അല്ലേ? പറഞ്ഞോളൂ സർ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മള് തമ്മിലുള്ള വഴക്ക്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ ഇല്ലാതാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതിന് 5 സ്റ്റേജുകളുണ്ട്. ആദ്യത്തെ സ്റ്റേജ് അവയർനെസിന്റെ സ്റ്റേജാണ്. അതായത് ചില വികാരങ്ങളുണ്ട്, അത് വളരെ ഹോട്ടാണ്, ചൂടുള്ള കാര്യമാണ്. അത് ദേഷ്യം, ഇറിറ്റേഷൻ, അല്ലെ? നമുക്കൊരു പ്രകോപനം ഉണ്ടാക്കുക, വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുക എന്നൊക്കെ പറയില്ല അല്ലെ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ വിഷമം പിടിച്ച കാര്യങ്ങൾ, വളരെ ഹോട്ട് ഇമോഷൻസാ. അത് മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാവണം. ഈ പ്രകോപനത്തിന്റെ ചില കാര്യങ്ങൾ വരുമ്പോ, ദേഷ്യം വരുമ്പോ, നമുക്ക് ദേഷ്യം വരുമ്പോ മറ്റുള്ളവർ പ്രകോപനം ചെയ്യുന്ന, അത് നമുക്ക് അവയർനെസ് ഉണ്ടാവണം നമ്മളെ കുറിച്ച്. അതല്ലേ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ പെടുന്ന കാര്യമാണെന്ന് തോന്നുന്നത് അല്ലെ? അപ്പോ ഇത് വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു സംഘർഷം പുകയുമ്പോൾ, രണ്ടാമത്തത് അവയർനെസ് എന്താ? ആദ്യത്തെ അവയർനെസ് നമ്മൾ ഈ ഹോട്ട് ഇമോഷൻസിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവണം. പിന്നത്തെ അവയർനെസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം പുകഞ്ഞാണ് കത്തുക. അപ്പൊ അത് പ്രശ്നം ഉണ്ടാവാൻ പോവാന്നുള്ള അവയർനെസ് നമുക്ക് വേണം. എത്രയും നേരത്തെ അംഗീകരിച്ചാൽ അത്രയും നേരത്തെ ലഘുവായ പരിഹാരം. എത്രയും പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് നടക്കരുത്. ചില പരിധികൾ വിവാഹ ബന്ധങ്ങളിൽ, അതുപോലെ കുടുംബത്തിൽ ഉണ്ടാകണം, അത്യാവശ്യമാണ്. വാദപ്രതിവാദം നടത്തേണ്ട പോയിന്റുകളുണ്ട്. സംസാരം, വാദപ്രതിവാദം ശരിയാണ്, നല്ലതാണ്, അത് വേണം, അത്യാവശ്യമാണ്, ആർഗ്യുമെന്റ്സ്. പക്ഷെ അതിന് ചില പരിധികളുണ്ട്. അത് ചില ലിമിറ്റ് വെച്ച് മാത്രമേ പാടുള്ളൂ. അപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഉദാഹരണം, സഹോദരി മാർക്കറ്റിലേക്ക് പോകേണ്ട കാര്യത്തിൽ വഴക്കുണ്ടായി, അപ്പൊ വേറെ കാര്യത്തിനെ കുറിച്ച് വഴക്കുണ്ടായി അന്ന് തന്നെ, വേറെ ദിവസം. അപ്പോ ഇതിനെക്കുറിച്ച് വാദിക്കുന്ന സമയത്ത് ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ഒരു പ്രാവശ്യം പറയാം. അങ്ങനെ ഒരു ലിമിറ്റ് വയ്ക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നം നീണ്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് വാദിക്കലിന്റെ കാര്യം പറഞ്ഞു അല്ലെ? പിന്നെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ കൂടുതൽ നന്നായി അറിയലാണ് വാദിക്കലിന്റെ ലക്ഷ്യം അല്ലെ? ഇത് വേറൊരു ഇതാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറമേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന് 2 സന്ദേശങ്ങൾ നേരത്തെ പറഞ്ഞു, വേർഡിലുണ്ട്, അതുപോലെ തന്നെ നോൺ വെർബൽ ആയുള്ള, അത് രണ്ടും തിരിച്ചറിയണം. പിന്നെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവും പരസ്പരം. സംഘർഷം പരിഹരിക്കുന്ന ചില വിലപേശലും നെഗോഷിയേഷനും ഉണ്ട്. അത് മനുഷ്യർക്കിടയിൽ വ്യത്യാസങ്ങൾ ഒത്തുതീർപ്പെത്തിക്കുന്ന പ്രക്രിയയാണ്. വാക്കുകൾക്ക് അതേതുമുള്ള നെഗോഷിയേഷൻ വൈദഗ്ധ്യങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ, നമുക്കത് ചെയ്യാം. നെഗോഷിയേഷൻ അതായത് ഒരു വഴക്കുകൾ തീർക്കുന്ന ഒരു പ്രക്രിയയാണ്. വളയ്ക്കാം, ഒടിക്കരുത്, പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്.
നമ്മള് എന്തും നടക്കും എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഇച്ചിരിയൊക്കെ വളയാം, അല്ലെ, വളയ്ക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. രണ്ടുപേർക്കും സംതൃപ്തിയുള്ള ഒരു പരിഹാരത്തിനെ സംഘർഷം പിച്ചകപരമായി പരിഹരിക്കാവുന്നതുള്ളൂ. അതായത് ഒത്തുതീർപ്പിലെത്തുക എന്നുള്ളത്. ഇത്തിരി മാത്രമേ നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ, ഇത്തിരി കുറച്ച് നമുക്ക് കിട്ടുള്ളൂ. വലിയ നേട്ടം പ്രതീക്ഷിക്കരുത്, അങ്ങനെ വലിയ ഇത് ഉണ്ടാക്കുകയും ചെയ്യരുത്. എന്നാലും നമുക്ക് ഒത്തുതീർപ്പില്ലാത്ത പറ്റും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രശ്നം വരില്ല എന്നുള്ളതാണ്. രണ്ടുപേരും വിജയിക്കാനാണ് ശ്രമിക്കേണ്ടത്, ഒരാളെ തോൽപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്നാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയിരിക്കും വിചാരിക്കും. പിന്നെ അവസാനത്തെ സ്റ്റേജ് ഫോളോയിങ് അപ്പ് സ്റ്റേജ് ആണ്. അതെന്താണ്? എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ ഈ സ്റ്റേജിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ബന്ധം വീണ്ടും ശക്തമാക്കാൻ പറ്റും. അതായത് കുറച്ച് കോംപ്രമൈസിലെത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ജീവിതത്തിന്റെ ഗുണമേന്മ കൂടുതൽ മെച്ചപ്പെടുത്തി. അപ്പൊ ഇതൊന്നും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം നേടണം. അതിനാണ് കൗൺസിലർമാർ വിദഗ്ധമായിട്ട് ഒരുപാട് വിഷമിച്ച് പഠിച്ചിട്ട് ഒക്കെ ഉള്ള കൗൺസിലർമാരുണ്ട്, ഫാമിലി തെറാപ്പിസ്റ്റുകളുണ്ട്. അവര് നമ്മൾ സ്വയം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബത്തിനകത്തുള്ളൂ, ഉണ്ടാവുള്ളൂ. അപ്പോ അത് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇവരെ കൺസൾട്ട് ചെയ്യാൻ മടിക്കരുത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു കൗൺസിലറെ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു ഫാമിലി തെറപ്പിസ്റ്റിനെ കാണേണ്ടത്? ആശയവിനിമയം ശത്രുതാപരമാവുമ്പോൾ, അതായത് നാക്കെടുത്താൽ അടിപിടിയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതായത് സംസാരിക്കാൻ തുടങ്ങിയാൽ അടിപിടിയിലോട്ടാണ്. എനിക്കറിയാം, ഒരു കുടുംബത്തില് അമ്മ സംസാരിക്കാൻ തുടങ്ങിയ അമ്മ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ വന്ന് വായ പൊത്തും, അല്ലെങ്കിൽ അച്ഛൻ സംസാരിക്കാൻ പറഞ്ഞാൽ മക്കൾ വന്ന് വായ പൊത്തും. ഇതാണ് ആശയവിനിമയം ശത്രുതാപരമാവുന്നത്. ഈ അവസ്ഥയിൽ എന്തായാലും കൗൺസിലറെയോ ഫാമിലി തെറാപ്പിസ്റ്റിനെയോ കാണും. പിന്നെ ഒരു സംഘർഷമുണ്ട്, ഒരു കോൺഫ്ലിക്റ്റും ഉണ്ട്. അതിന് നമ്മൾ പറഞ്ഞു എസ്കേപ്പിംഗ്, അല്ലെ? നമ്മൾ പലതും പറഞ്ഞില്ലേ? ഇത് ആ രീതിയിൽ അങ്ങനെ കൊണ്ടുപോകല്ല ചെയ്യേണ്ടത്. എന്താണ്? പരിഹരിക്കാതെ തുടരുകയാണ്. എത്രത്തോളം പരിഹരിക്കാതെ തുടർന്നോ അത്രത്തോളം ദോഷം ഇരട്ടിക്കും. അപ്പൊ വ്യക്തികൾക്ക് തങ്ങളുടെ വ്യത്യാസങ്ങൾ പരിഹരിക്കാതെ ആവുമ്പോൾ ഈ വ്യത്യാസങ്ങൾ, അല്ലെ, തനതായ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ അപകടമായുള്ള കുടുംബത്തിന്റെ തനതായ പ്രശ്നങ്ങൾ, ടിപ്പിക്കൽ ഇഷ്യൂസ്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒത്തിരി വ്യത്യാസങ്ങൾ, അത് അങ്ങനെ വരുമ്പോൾ അത് പരിഹരിക്കാനാകാതിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും അത് വെച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോരും. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നേരിട്ട് ലിറ്റിഗേഷന് പോകരുത്. ഫാമിലി തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലറിനെ കണ്ട് ഇതിനുള്ള ശ്രമം നടത്തിയതിനു ശേഷം മനസ്സിലാക്കേണ്ടത് അഭിപ്രായ വ്യത്യാസവും അടിപിടിയും വഴക്കും പരിഹരിച്ചു കഴിഞ്ഞാൽ ഇരട്ടി സന്തോഷത്തിൽ ആണ് കുടുംബം മുന്നോട്ട് പോവുക, ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് കാര്യം. ഇനി എന്താണ് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റ് ചെയ്യേണ്ടത്? അതായത് ഇതിന്റെ റിയൽ ഇതാണെന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് മനസ്സിലാക്കി തരാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു ഫെസിലിറ്റേറ്റർ ആവുന്ന മാത്രം, ഒരു സഹായകൻ മാത്രമേ ഈ തെറാപ്പിസ്റ്റ് ആവുന്നുള്ളൂ. അല്ലാതെ ഈ കുടുംബകാര്യങ്ങൾ ഇടപെടാനൊന്നുമല്ല വ്യക്തി വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ വിവാഹത്തിലും കുടുംബത്തിലും നേടേണ്ട ടാസ്കുകൾ മനസ്സിലാക്കിയാണ് ഇതിന്. ചില ടാസ്കുകൾ, ചില പ്രവർത്തികൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു അടിസ്ഥാനപരമായ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി തരണം, അവയർനെസ് നമുക്ക് കൊടുക്കുക മാത്രമാണ് ഈ വ്യക്തി ചെയ്യുന്നത്. പിന്നെ ഇതിന് ഒരു ഡിറക്ഷൻ, ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുക, ഇതാണ് ഫെസിലിറ്റേറ്ററുടെ ജോലി. ഇനി നമ്മൾ നേരത്തെ ഒത്തിരി അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് സംസാരിച്ചു. അഡ്ജസ്റ്റ്മെന്റ് വേണം, അതുപോലെ തന്നെ എന്താ നമ്മൾ സംസാരിച്ചത്, അണ്ടർസ്റ്റാൻഡിങ് മതി എന്നൊക്കെ ആ രീതിയിലൊക്കെ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചു.
എന്താണ് ഈ അഡ്ജസ്റ്റ്മെന്റ്? ഇതും കൂടി മനസ്സിലാക്കിയാലേ ഈ ക്ലാസ് പൂർണ്ണമാകുള്ളൂ. അപ്പൊ അതും കൂടി പറയാം. നമ്മുടെ ജീവിതത്തില് നമ്മള് ഒരുപാട് മേഖലകളിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. അഡ്ജസ്റ്റ്മെന്റ് ഈസ് എ റിയാലിറ്റി ഓഫ് ദ ലൈഫ്. അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റിൽ താളപ്പിഴകൾ വന്നാലാണ് ന്യൂറോസിസും സൈക്കോസിസും ഉണ്ടാവുന്നത്. ന്യൂറോസിസ്, സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മനോരോഗങ്ങൾ, അല്ലെ? ന്യൂറോസിസ് കുഴപ്പം, ഞരമ്പ് രോഗം എന്ന് പറയുന്നത് ന്യൂറോസിസ്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ മനോരോഗം. ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മാത്രമേ. ഉൾക്കുണ്ടാക്കുന്ന ദൈനംദിന പ്രശ്നങ്ങൾ, നമുക്ക് വളരെ ആൻസൈറ്റി ഉണ്ടാക്കുന്ന നമുക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അത് നമ്മൾ ഡിഫൻസ് മെക്കാനിസം വെച്ചാണ്. നമ്മൾ നേരത്തെ കുറച്ച് ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് ഡിഫൻസ് മെക്കാനിസം എന്തിനു വേണ്ടിച്ചാ? അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട്, അല്ലെങ്കിൽ മുന്നോട്ട് ഒരു അടി നീങ്ങാൻ പറ്റില്ല ജീവിതം എന്ന് വരുമ്പോ നമ്മൾ ചില ഡിഫൻസ് മെക്കാനിസം, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ്, പരസ്പര വ്യക്തിബന്ധങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു വ്യക്തിബന്ധങ്ങളില്ല. ജനിച്ച അന്ന് മുതൽ ജീവിതത്തിൽ അതോടൊപ്പം മാതാപിതാക്കൾ, കുട്ടി, സഹോദരങ്ങള്, മുതിർന്നവർ, കുട്ടി, അവിടെയാണ് ഏറ്റവും അധികം അഡ്ജസ്റ്റ്മെന്റ്. പാരന്റ്, ചിൽഡ്രൻ, ഇവിടെയാണ് ഏറ്റവും അധികം അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ഒത്തിരി ഉണ്ട്. അത്തരം ബന്ധങ്ങൾ വ്യക്തിയിൽ നിന്ന് സാമൂഹ്യ പ്രതീക്ഷ ഉണ്ടാക്കി അവനെ പ്രത്യേക റോൾ പെരുമാറ്റത്തിൽ നയിക്കുന്നു, അല്ലെ? നമ്മൾ നേരത്തെ സംസാരിച്ചു, വളർത്തുദോഷം, അല്ലെ? കുട്ടികളെ അങ്ങനെ വളർത്തണം, മറ്റുള്ളവരെ, അല്ലെ? അപ്പൊ മറ്റുള്ള വളർത്തുദോഷമാണെന്നാ പറയാ, കുടുംബത്തിന് ചീത്തപ്പേര, അല്ലെ? ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നിർബന്ധിക്കാണ് മക്കളെ, അല്ലെ? ഇങ്ങനെ പാടുള്ളൂ, അല്ലെ? തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ. അപ്പൊ ആ കുട്ടി എന്താ ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യണം. ഈ പ്രതീക്ഷകളുടെ നിർമ്മിതത്തിൽ പരസ്പരമായി നന്ദി ഉണ്ടെങ്കിൽ കുടുംബങ്ങളും കൂടുതൽ ഇത് ഈ പറഞ്ഞ പോലെ നടന്നാൽ ഈ സമൂഹം ചിലതൊക്കെ പറയുന്നുണ്ട്, അതുപോലെ ജീവിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാലാണ് അവനെ അംഗീകരിക്കപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നമാണ് ജീവിതം. അതാണ് ഈ യാഥാർത്ഥ്യം. അപ്പൊ അതിനനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫാമിലികളിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഇഷ്ടംപോലെ സംഭവിക്കുന്നു. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ, രക്ഷാകർത്താവ് കുട്ടികളും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റുകൾ തന്നെയാണ് നടക്കുന്നത്. തെറ്റായ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ഡിവോഴ്സിലേക്ക് പോകുന്നത്. പ്രതീക്ഷകൾക്കും യാഥാർത്ഥ്യത്തിന് ഇടയ്ക്കുള്ള പൊരുത്തക്കേടുകളാണ് ഇത്തരത്തിൽ ഡിവോഴ്സിലേക്ക് നയിക്കുന്നത്. നമ്മൾ ചിലത് പ്രതീക്ഷിക്കുന്നു, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് വരുമ്പോഴാണ് ഡിവോഴ്സ് ഉണ്ടാകുന്നത്. പിന്നെ ഈ പിയർ സമ്മർദ്ദം, അഡോളസന്റ് ആയുള്ള കുട്ടികൾക്ക് ഒരു പിയർ സമപ്രായക്കാരിൽ നിന്നൊരു സമ്മർദ്ദം ഉണ്ടാകും. അതുവരെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളും മാത്രമായിരുന്നു ആ കുട്ടിയുടെ ലോകമെങ്കിൽ ഈ കാലഘട്ടത്തിൽ 12 മുതൽ 21 വയസ്സ്, അല്ലെ? അതല്ലേ അഡോളസന്റ്? ആ വയസ്സ് വരുന്ന സമയത്ത് അവര് സമപ്രായക്കാർക്ക് ശ്രദ്ധ തിരിയുന്നു. അപ്പോ ശരിയായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലാത്ത രീതി വരുന്ന അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് ഈ പുകവലിയിലേക്കും ഡ്രഗിലേക്കും ഇങ്ങനത്തെ ദുസ്വഭാവങ്ങളിലേക്ക് വന്നത്. ലൈംഗികമായ അഡ്ജസ്റ്റ്മെന്റ്, ഇത് ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഡ്ജസ്റ്റ് ചെയ്തേ നമ്മളൊരു ഇണയെ തെരഞ്ഞെടുക്കുന്ന അപ്പം മുതൽ അഡ്ജസ്റ്റ്മെന്റ് വേണം. അപ്പൊ നമ്മുടെ വ്യക്തിപരമായുള്ള ആവശ്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്തേ ഒക്കൂ. അത് തന്നെ വേണം, നിർബന്ധം പിടിക്കരുത്. വിവാഹ ജീവിതത്തിൽ സെക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലൈംഗികത, സെക്ഷുവാലിറ്റി, അത് മറ്റുള്ളവർ സ്വീകരിക്കുക എന്ന് വളരെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ വലിയൊരു കാര്യമാണ്. ഓറിയന്റേഷൻ, അല്ലെ? സെക്ഷുവാലിറ്റി, ഇതൊക്കെ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അഡ്ജസ്റ്റ്മെന്റുകൾ എളുപ്പമായിരിക്കും. ഇന്നും തെറ്റല്ലല്ലോ, അല്ലെ? അപ്പൊ എന്താണ് അത് അല്ലെങ്കിൽ അവൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ജോലിയുടെ കാര്യത്തിലോ അവിടെ അതിലേറെ അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത്. ശരിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ വ്യക്തിപരമായുള്ള അഡ്ജസ്റ്റ്മെന്റിനോട് വളരെ അടുത്തതിൽ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ വൈദഗ്ധ്യം നേടല് നല്ല ജോലിയിൽ നയിക്കാൻ, അല്ലെ? അപ്പൊ അതാണ് അഡ്ജസ്റ്റ്മെന്റ്. അവിടെയും വയസ്സായ കാലത്ത് അവിടെ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വയം സമ്പാദിക്കാതെ അവർ മക്കളെ സമ്മതിക്കുന്ന വൃദ്ധരെ അത് വല്ലാതെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ റിട്ടയർമെന്റ് ശേഷം വരുമാനം കുറഞ്ഞ് സാമ്പത്തിക ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. ഓക്കെ.
ഇനി എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിന് ഉപയോഗിച്ചാണ്. നമുക്ക് നമ്മുടേതായുള്ള ഒഴിവ് സമയം നമ്മൾ തീരുമാനിച്ചേ ഒക്കൂ. വീട്ടിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ പ്രശ്നമാകാതിരിക്കാൻ നമ്മളാണ് മുന്നോട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ മാത്രമാണ് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടേതായുള്ള ഒഴിവ് സമയം വേണം, റിക്രിയേഷൻ വേണം. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നം പരിഹരിക്കില്ല, എവിടുത്തെ പ്രശ്നം പരിഹരിക്കില്ല. ഒഴിവ് സമയം അത് തനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയം അത് വേണം. ഒന്ന് റിക്രിയേഷൻ, അത് അത്യാവശ്യമാണ്. റിക്രിയേഷൻ ഒരു അസറ്റാണ്, അത് ചെയ്തു വെക്കും ഒഴിവ് സമയം. പിന്നെ വേണ്ടതാ, നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ തയ്യാറാവണം. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ അതുപോലെ തന്നെ സമയം ചെലവഴിക്കും. അതൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് അത് ടൈം മാനേജ്മെന്റ് നമുക്ക് ചെയ്യണം. ജോലി സമയത്ത് ഉപയോഗിക്കുന്ന സമയം അതൊക്കെ ഈ ടൈം മാനേജ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. മനുഷ്യർ തമ്മിലുള്ള വ്യക്തിഗത വ്യത്യാസം അനുമോദിക്കുക വേണ്ടത്. എവരി ഹ്യൂമൻ ബീങ്സ് ആർ യുണീക്ക്, അല്ലെ? എല്ലാ മനുഷ്യരും യുണീക്കാണ്. ഒരു മനുഷ്യനെ പോലെ, എന്നെ പോലെ, വിജയരാമൻ എന്നുള്ള ആളെ പോലെ വേറൊരാൾ ഈ ലോകത്തിൽ ഇല്ല. അപ്പൊ അപ്പൊ ഞാൻ മറ്റുള്ളവരായിട്ട് വ്യത്യസ്തനാണ്. ആ വ്യത്യാസത്തെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. എനിക്ക് എൻ്റെതായുള്ള സ്ട്രെങ്ത്തുകളും വീക്ക്നെസ്സുകളും ഉണ്ട്. അതാണ് ഞാൻ. എനിക്ക് എൻ്റെതായുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്ത അനുമോദിക്കുക, അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ടെക്നിക്ക് രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് വ്യക്തിഗത വ്യത്യാസങ്ങൾ എന്തെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിപരമായുള്ള വ്യത്യാസങ്ങൾക്ക് വേണ്ടിയായിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ചില ടെക്നിക്കുകൾ കൗൺസിലിങ്ങിലും ഫാമിലി തെറാപ്പിയിലും ഒക്കെ ഉണ്ട്. അത് വെച്ചും അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഇപ്പൊ നമ്മളിവിടെ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്കുകൾ, ഞാനിപ്പോ കുറെ ടെക്നിക്കുകൾ പറഞ്ഞു. 3 C's, 3 R's, ഇതൊക്കെ ടെക്നിക്കുകളാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? നന്നായി അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എത്രത്തോളം നന്നായി അഡ്ജസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളമാണ് നമ്മൾ അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ള സത്യമാണ് മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഈ പ്രശ്ന പരിഹാരങ്ങൾ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം ഈ വൈവാഹിക പ്രശ്നങ്ങൾ മാത്രമല്ല ഏത് കോൺഫ്ലിക്റ്റിനെയും ബാധിക്കുന്നതാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പലതും. അപ്പൊ കോൺഫ്ലിക്റ്റിന് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് കക്ഷികളെ ഒന്നിപ്പിക്കലാണ് പരസ്പരം യോജിച്ച തർക്കപരിഹാരം, മഹാത്മാഗാന്ധി പറയുന്നത്. ഓക്കെ, ഇനി ഏതെങ്കിലും സ്ലൈഡ് മനസ്സിലാക്കാത്തതുണ്ടോ? ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ? വീണ്ടും കാണിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. സ്ലൈഡ് ഷെയറിങ് പറയൂ. ഒരു ഇതുണ്ടല്ലോ. ഓക്കെ, ആദ്യത്തെ സ്ലൈഡുകൾ ഒന്നുകൂടെ കാണിക്കാവോ സാർ? ഏത് സ്ലൈഡ് ആവട്ടെ? ആദ്യത്തെ 2 സ്ലൈഡ് ഒന്ന് കേൾക്കാം. ഓ, ഞാൻ 31 മുതലാ തുടങ്ങിയത് കേട്ടോ. 31 മുതലാ തുടങ്ങിയത്. 31 തുടങ്ങിയത്. ഓക്കെ, ഇതാണ് 31. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ സാറേ, കാണാം. ഓക്കെ ഓക്കെ അടുത്ത്. ഓക്കെ, സോറി. ഇവിടെ ഞാൻ തുടങ്ങിയത് കേട്ടോ. ഒരു മിനിറ്റ്. 6 സ്റ്റെപ്പുകൾ, ഇതാണ് തുടങ്ങിയത്. ഫസ്റ്റ് സ്റ്റെപ്പുകൾ 6 സ്റ്റെപ്പുകൾ. മധ്യസ്ഥത്തിന് മീഡിയേഷനുള്ള കൗൺസിലിംഗിന് സ്റ്റെപ്പുകളുള്ള പോലെ മീഡിയേഷനും സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ അത് 6 അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഒരു ഇൻട്രൊഡക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയും. ഇന്ന കാര്യങ്ങളാണ് ചെയ്യുക, ഇന്ന നിയമങ്ങളുണ്ട്, അതിനനുസരിച്ച് പോകാവുള്ളൂ എന്നൊക്കെ പറയും. അതാണ്. പിന്നീട് പ്രശ്നങ്ങൾ പറയാൻ സമയം കൊടുക്കും, ആ നിയമത്തിനനുസരിച്ച്. രണ്ടാമത്തത്. മൂന്നാമത്തത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓപ്പൺ എൻഡഡ് ആയിട്ട് ചോദിക്കാവുള്ളൂ. ഈ ആശയവിനിമയം തയ്യാറാക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതായിട്ട് മുന്നോട്ട് പോകും. എന്നിട്ട് ബാർഗൈൻ ചെയ്യും. എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടാക്കും. പിന്നെ ഒരു കരാറിലെത്തും. ഇതാണ് സ്റ്റെപ്സുകൾ. ഓക്കെ, കരാറിലെത്തുന്നതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചു പിന്നീട്. ഓക്കെ, പിന്നെ മധ്യസ്ഥന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് മധ്യസ്ഥൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ കൗൺസിലർക്ക് ചേർക്കേണ്ട ഗുണങ്ങൾ പറഞ്ഞു. ഇത്ര എല്ലാവർക്കും മാട്രിമോണിയൽ കൗൺസിലർ ആവാൻ പറ്റില്ല എന്നാണ് ആദ്യം അവസാനം മനസ്സിലാക്കുന്നത്. ഒരിക്കലും ജന്മന അല്ല
കൗൺസിൽ അങ്ങനെ ഇപ്പൊ ഈ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് അവർ കൗൺസിലിംഗിന്റെ കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നല്ല മാട്രിമോണിയൽ കൗൺസിലർ ആവാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി. അനുഭവങ്ങളാണോ സാർ? അനുഭവങ്ങളാണോ യഥാർത്ഥത്തിൽ? അല്ല സാർ, ഇപ്പോ ഈ പക്വതയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞല്ലോ, ട്രേറ്റ്സ് ഓഫ് മെച്യൂരിറ്റി, ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റും. അനുഭവം അതാണോ സാർ അനുഭവം എന്നുള്ള ഉദ്ദേശിക്കുന്നത്? അതായത് ജീവിതാനുഭവങ്ങളല്ല, അല്ലാതെ നമ്മള് സ്വയം നമ്മളെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവും. ഈ കുട്ടിയെ തമാശ തോന്നില്ലേ നമുക്ക്? ഇപ്പൊ പ്രത്യേകിച്ച് ഈ വൈവാഹിക വിഷയങ്ങൾക്കാകുമ്പോ അല്ലെ, നമ്മൾ ഒരാളുടെ വൈവാഹിക വിഷയം നമുക്കൊരു തമാശ അങ്ങനെ കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും കൗൺസിലർ ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ വിറ്റ്, നർമ്മോക്തി എന്ന് മലയാളത്തിൽ പറയും, ബ്രെയിൻ പവർ എന്നൊക്കെ അർത്ഥം ഇംഗ്ലീഷില്. തലച്ചോറ്, നല്ലൊരു തലച്ചോറുള്ള ആൾക്കേ പറ്റുള്ളൂ, നല്ല മെന്റൽ കപ്പാസിറ്റി ഉള്ള ആൾക്കേ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അല്പം ഗൗരവക്കാരന് ഒരിക്കലും പറ്റില്ല. നന്നായി തമാശ പറയാൻ കഴിയുന്ന ആളുകൾ, തമാശയിലേക്ക് അവർ നയിക്കണം, അതിനുള്ള കഴിവാണ്. ക്രിയേറ്റീവ് ഇന്റലിജൻസ് അത് അത്യാവശ്യം. ക്രിയേറ്റീവ് ഇന്റലിജൻസ്, അപ്പൊ സാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ടിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ് ക്രിയേറ്റീവ് ഇന്റലിജൻസ്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റും ശക്തമായിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റും ഉണ്ടായിരിക്കണം. ഇതാണ് മനസ്സിലായി. ഡിഫ്യൂസബിലിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എന്താണത്? ഒരു അലിഞ്ഞു ചേരാനുള്ള അവര് പ്രശ്നം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് അലിയുന്ന ഒരു രീതി, അത് ഡിഫ്യൂസബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ സാർ, ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി വൈവാഹിക പ്രശ്ന സ്റ്റേജുകൾ പറഞ്ഞു. ഇനി താങ്ക് യു സാർ. വെൽക്കം. വേറെ ഏതെങ്കിലും സ്ലൈഡുകളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആധികാരികമായി ഒത്തിരി വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശരിക്കും ഒരു എന്താ പറയുക, ഒരു റൈറ്റിംഗ് പാറ്റേണിൽ എത്തിയാൽ മാത്രമേ സാറിന്റെ ടോപ്പിക്കിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രമാത്രം ടോപ്പിക് ഉണ്ട്, കണ്ടന്റ് അത്രയുള്ളൂ. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് നടത്തുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരെയും കൂടി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോ എന്നെ കേൾക്കുന്ന ആൾക്കാർ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു കൗൺസിലർ ആവും, അല്ലെങ്കിൽ ചില കാര്യങ്ങളെങ്കിലും അവർക്ക് കിട്ടും. അപ്പൊ അവർക്ക് അത് ഡെവലപ്പ് ചെയ്യാം, അല്ലെ? ഇതിൽ നിന്ന് നെക്സ്റ്റ് ഡെവലപ്പ് ചെയ്യാം. എക്സ്പീരിയൻഷ്യൽ ലൈനാണ് ഇത്. സാർ ഒരു ഫ്രെയിംവർക്ക് ആണ് തന്നിരിക്കുന്നത്. സാറിന്റെ തലത്തിൽ നമ്മൾ ഒരു ഫ്രെയിംവർക്ക്, ആ ഫ്രെയിമിനെ മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്ത് തീർച്ചയായിട്ടും അത് സമൂഹത്തിനും നമുക്ക് നമ്മുടെ എല്ലാ തലങ്ങളിലേക്കും അതിൽ ഉപയോഗിച്ച് വ്യാപിക്കാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാൻ, അഭിപ്രായങ്ങൾ എന്നതിനേക്കാളും കൂടുതൽ നല്ല ക്രിയേറ്റീവായിട്ട് ചർച്ചയായിട്ട് വരട്ടെ. സാർ പറഞ്ഞ ടോപ്പിക്കുകൾ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഏതെങ്കിലും അഡീഷൻ പോയിന്റ്സ് ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സാർ സ്റ്റാർട്ട് ചെയ്യും. സർ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ആരാദ്യം മനസ്സിലാക്കിയോ അവര് അടുത്ത ആളിലേക്ക് അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. ഇവിടെ സാധാരണ സംഭവിക്കുന്നത്, അടുത്ത് ചെല്ലുന്നതിന് പകരം അയാൾ പതുക്കെ എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്, അയാൾ പതുക്കെ മാറി പോകുന്നു. ഈ മാറ്റം മനസ്സിലാക്കാൻ ഇപ്പുറത്തെ ആൾക്ക് സാധിക്കുകയാണെങ്കിൽ അയാൾക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൂടെ പോകും. അപ്പൊ വിട്ടുവീഴ്ചകൾ ഉണ്ടാവും. ഇത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അവൾ എന്തിനാണ്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അയാൾ എന്തിനാണ്? ഇത് പരസ്പരം ഒന്ന് ചെറുതായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എവിടെ തെറ്റ് പറ്റി അല്ലെങ്കിൽ തെറ്റ് പറ്റിയോ എന്ന് അവർക്ക് പരസ്പരം തീർക്കാൻ കഴിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കട്ടിലിന്റെ നടുക്ക് കിടന്നവര് പരസ്പരം മാറി കട്ടിലിന്റെ അടിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് മറ്റൊരാളുടെ സഹായത്തോടു കൂടി അവരെ പിടിച്ച് കട്ടിലിൽ കിടത്തേണ്ട അവസ്ഥ വരിക. അപ്പൊ എവിടെ ഒരു ഈഗോ സ്റ്റേറ്റ് കൂടെയുണ്ട്, വല്ലാത്തൊരു ഈഗോ അറിയുന്നു. നമ്മളാണ് നമ്മുടെ ഈഗോയെ തിരിച്ചറിയുകയും ഈ സ്റ്റേജിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ എൻ്റെ ഭാഗത്തുനിന്ന് ശരിയാണ്, ഞാൻ ചെയ്തതിൽ എന്തോ ഒരു അപാകതയുണ്ട്, എനിക്കത് പൂർണ്ണമായും മനസ്സിലാവുന്നില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീയും പുരുഷനും യുണീക്കാണ്. ഈ സൃഷ്ടിയില് ഒരാളെ പോലെ അല്ല അടുത്താണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവര് സ്ത്രീയാണ്, അവരുടെ ചിന്തകളൊക്കെ ഈ നിലയ്ക്ക് പോവുകയാണ്, എനിക്ക് അവരിലേക്ക് എത്താൻ കഴിയും.
തിരിച്ച് സ്ത്രീക്കും അത് തന്നെ തോന്നും. ആ മനുഷ്യൻ പുരുഷനാണ്. ആ ഒരു പുരുഷ സൈക്കോളജി, ഒരു പുരുഷ പ്രവർത്തന ശൈലി അയാൾക്കുണ്ടാവും. ഞാൻ പുറകോട്ട് പോകുന്നതിനേക്കാൾ പകരം അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും നടത്തുകയാണെങ്കിൽ തീർച്ചയായും കുടുംബജീവിതം ഭദ്രമായിട്ട് കൊണ്ടുപോകും. കോൺഫ്ലിക്ട്സുകൾ ഒഴിവാക്കുക. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ സർ. ശരിയാണ് സാർ, സാർ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓണർഷിപ്പ് അതാണ് വേണ്ടത്. നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാം നല്ല രീതിയിൽ പോകും എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒരാള് രംഗത്ത് വരണം. ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തോട്ടെ സർ. മധ്യസ്ഥനെ തെരഞ്ഞെടുക്കുമ്പോ അവിടെ ശക്തമായ, വ്യക്തമായ, ഒരു വശത്തേക്കും ചായാതെ നിൽക്കുന്ന മധ്യസ്ഥനായിരിക്കണം. അല്ലെങ്കിൽ മൊത്തം കൊളായിപ്പോ. ഭാര്യ വരും, അയാൾ വിളിച്ചോണ്ട് വന്നതാ. ബന്ധത്തിലുള്ളവരെ ഒരിക്കലും ആവരുത്. ഓക്കെ സർ. സാറേ, ഈ ശരിക്കും പുരുഷനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു മാത്സര്യം ഉണ്ടാകുന്ന ഒരു സ്ഥലം ഉണ്ടാകുന്നതിനെ കുറിച്ച് സാർ ഒന്ന് പറയാം. ഞാൻ ജയിച്ചു ഇപ്പോൾ ഞാൻ ജയിച്ചു നിൽക്കുകയാണ് എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥ വരുന്ന സാറേ, വിവാഹം ചെയ്യുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ രണ്ടുപേരും കൂടി, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അല്ലെ. ഒരു പുരുഷൻ സ്ത്രീ അങ്ങനെ രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കുന്നു അല്ലെ. എന്നിട്ട് അവരൊരു കുടുംബമാവുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു കുടുംബം തുടങ്ങുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ പിന്നെ ഈ കുടുംബമായിട്ട് വേറെ അവര് ഒരു കുടുംബം, രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് അവർക്കൊരു ഫാമിലി ആയിട്ട്. ഇന്നിപ്പോ കൂട്ടുകുടുംബമില്ല, എക്സ്റ്റെൻഡഡ് ഫാമിലി ആണുള്ളത്. ഇപ്പോ ഭാര്യയ്ക്ക് ഒരു കുടുംബം മുന്നേ ഉണ്ട്, ഭർത്താവിന് വേറൊരു കുടുംബമുണ്ട് അല്ലെ. ഇപ്പോ ഇവരുടെ ഒരു ഇടപെടലുകളുണ്ട്. സാറ് പറഞ്ഞത് ഈ ഇടപെടലുകളാണ്. ഇതിപ്പോ യു ആർ സപ്പോസ് ടു ലവ് ബട്ട് നോട്ട് ടു ഡു ദ പവർ സ്ട്രഗിൾ. പവർ സ്ട്രഗിൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അധികാര ത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം. അതാണ് സാർ പറഞ്ഞത്. ഈ മത്സരം അധികാരം പണം എല്ലാം വരും. ഇത് തന്നെയാണ്. അതിപ്പോ ഇതിനെ ഒരു ഭാഗത്ത് ഭാര്യയുടെ കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ ഒരു ഭാഗം ഭാര്യയുടെ കൂടെ, മറ്റൊരു ഭാഗം ഭർത്താവിന്റെ കൂടെ, ഈ രണ്ടും കൂടിയിട്ട് ഈ പവർ സ്ട്രഗിളാണ് കൂട്ടുകയാണ് ചെയ്യുന്നത്. സംഭവിക്കുന്നത് എന്താണ്? കുടുംബത്തിന്റെ ഭദ്രത ഇല്ലാതെയാവാൻ, കുടുംബം നന്നാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാര്യയുടെ കുടുംബക്കാര്, ഭർത്താവിന്റെ കുടുംബക്കാര്, ഇവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ സ്വതന്ത്രമായി വിടുകയാണ്. വിവാഹം കഴിച്ച ദമ്പതികള് സ്വതന്ത്രരായി തെറ്റുപറ്റാം. ഇപ്പോ ഈ ഭാര്യയുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഇവരൊക്കെ തെറ്റ് ചെയ്യാതെയാണോ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത്? ഒരിക്കലല്ല. ഒരുപാട് തെറ്റുകൾ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭർത്താവിന്റെ അച്ഛൻ്റെ അടുത്തും തെറ്റ് പറ്റിയിട്ടുണ്ട്. അല്ല, അച്ഛന്റെ അടുത്ത് അവർ ആ തലമുറകൾക്ക് മുഴുവൻ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. തെറ്റുകൾ പരിഹരിച്ചാണ്. അതുപോലെ അവർക്ക് വല്ല തെറ്റുകളും പറ്റുകയാണെങ്കിൽ അവർ പരിഹരിച്ച് മുന്നോട്ട് പോയിക്കോളും. അങ്ങനെ അവരുടേതായ ലെവലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ആയാലും ഭർത്താവായാലും ഈ പവർ സ്ട്രഗിൾ അല്ലെ, സ്നേഹിക്കാനാണ് വിധിച്ചിട്ടുള്ളത്, സ്നേഹിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ അധികാര മത്സരത്തിനല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് ഉണ്ടാവുമ്പോൾ തിരിച്ചറിയണം, അത് പരസ്പരം തിരിച്ചറിയണം. അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ തകർത്തുകൊണ്ടുള്ള ഇതിലും കൂടി വേണം. ഇതിൽ ഈ പവർ സ്ട്രഗിളിനെ കുറിച്ചിട്ട് ഈ പവർ സ്ട്രഗിൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ പറയാണ് പവർ സ്ട്രഗിൾ എടുക്കുക, അത് വേണ്ട, സ്നേഹം മതി, പവർ സ്ട്രഗിൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഓണർഷിപ്പ് ഓഫ് ദ ഇത് ഉണ്ടാക്കിയെടുത്തിട്ട്, എന്താ പറയാ, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് കോൺഫ്ലിക്റ്റിനെ അപ്പൊ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലെ പവർ സ്ട്രഗിൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ജോസഫ് സാർ പറയും. ഹലോ സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പം രണ്ട് ഫാമിലിയിൽ നിന്ന് വരുമ്പം ആകെ 2+2 പേരൻസ് അല്ലേ? അപ്പം അവരുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ വളർത്തപ്പെടുന്ന പശ്ചാത്തലം ഏതായാലും ഇതില് ബാധിക്കുമല്ലോ. അപ്പോഴ് നമ്മള് ഈ മാരിറ്റൽ കൗൺസിലിംഗ് വരുമ്പം പലപ്പോഴും ഈ രണ്ട്
അതായത് കപ്പിളിനെ, ഭർത്താവിന്റെ ഭാര്യയും ഇതാകാതെ അവരിൽ നിന്നും ിലേക്ക് അവർക്ക് ചുറ്റുമായിട്ടുള്ള പേരൻസിന്റെ ആ പേരന്റൽ ഇൻഫ്ലുവൻസോ പേരന്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആരും പൊതുവെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് എന്ത് കുഴപ്പമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ മാരിറ്റൽ അകത്തുള്ള നമ്മുടെ പാളിച്ചലുണ്ട്, പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പൊതുവെ ഡിസ്കസ് ചെയ്യാറില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും, അതാണ് പ്രശ്നം ഉണ്ടാക്കണതല്ലോ. അല്ല സാർ, ഉണ്ട് സാറേ, പക്ഷേ ഡ്യൂറിങ് ദ കൗൺസിലിംഗ് ദേ ആർ നോട്ട് അവരെ, അതായത് ചിലപ്പോൾ നമ്മുടെ കുടുംബ കോടതി പോലെ ഈ പേരൻസിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ഒരു 50% ഓഫ് ദ പ്രോബ്ലം ക്യാൻ ബി സോൾവ് ഓർ വിൽ ബി സോൾവ്ഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല സാറേ, നമ്മൾ അത് ചെയ്യില്ല. ഒരു കൗൺസിലറും എക്സ്റ്റൻഡഡ് ഫാമിലിയിലെ ആൾക്കാരായിട്ട് സംസാരിക്കാറില്ല, സംസാരിക്കേണ്ട കാര്യമില്ല. സംസാരിക്കുന്നത് തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ കുടുംബം. എക്സ്റ്റൻഡഡ് ഫാമിലി മാത്രമേ ആവുന്നുള്ളൂ. ഭാര്യയും ഭർത്താവും കുട്ടികളും അടങ്ങിയതാണ് കുടുംബം. സാറേ, അപ്പം പിന്നെ ഇപ്പൊ ഇവര് എന്നിട്ട് പറയും, നീ എന്തിനാ കൗൺസിലർ അടുത്ത് പോയത്, നിനക്ക് അത് വേണ്ടിയല്ലായിരുന്നല്ലോ. അവരോട് പറയാൻ പറ്റുന്നല്ലോ, അവരുടെ കാര്യം നോക്കട്ടെ, അതല്ലേ ശരി. നമ്മുടെ കുടുംബത്തിന്റെ സ്വഭാവം നമുക്കറിയാം, വളരെ സങ്കീർണമായുള്ള സെറ്റപ്പാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിൻ്റെതായുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കണം. അത് നമ്മളിപ്പോ ഒരു കുടുംബത്തിന്റെ കാര്യത്തില് മറ്റൊരാളെ നമ്മൾ ഇടപെടുത്താറില്ലല്ലോ. അപ്പൊ അത് ഇപ്പൊ എക്സ്റ്റൻഡഡ് ഫാമിലിയിലെ ആൾക്കാരായാലും അവരെ ഇടപെടുത്താൻ പാടില്ലല്ലോ. അത് തനതായുള്ള പ്രശ്നങ്ങൾ തനതായി തന്നെ പരിഹരിച്ച് അവരെന്നെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ആ കുടുംബം നിലനിൽക്കുള്ളൂ. എന്നും അച്ഛനും അമ്മയും ഉണ്ടാവും നമ്മുടെ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ. അതെ, അതായിരിക്കണം ശരി. ജോസഫ് സാറെ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഞാൻ എൻ്റെ കൗൺസിലിംഗ് ഇതിൽ വരികയാണെങ്കിൽ പ്രശ്നം എവിടെയാണെന്നൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കുടുംബങ്ങളിലേക്ക് അത് കയറിയിട്ടുണ്ടെങ്കിൽ, അവരുടെ തറവാടുകളിലേക്ക് അത് കയറിയിട്ടുണ്ടെങ്കിൽ ആ കൗൺസിലിംഗ് സെഷൻ അവിടെ നിർത്തി വെച്ചിട്ട് കുടുംബത്തെ വരാൻ പറയും. ഫാമിലി കൗൺസിലിംഗ് കൊടുത്ത ശേഷം മാത്രമേ ഇവർക്കുള്ളത് പിന്നീട് കൊടുക്കൂ. ഇപ്പൊ ഫാമിലിയിൽ ഒരു അഴുകൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയാൽ ആ ആദ്യത്തെ അഴുകൽ അവിടെ നിർത്തിച്ചിട്ട്, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ട ശേഷം മാത്രമേ ഇവർക്ക് പരിഹാരം എളുപ്പമാവുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു വശം കൊണ്ടേയിരിക്കും. രണ്ടും രണ്ടാണ്. ഫാമിലി തെറാപ്പിയും മെട്രിമോണിയൽ കൗൺസിലിംഗും രണ്ടാണ്. രണ്ടും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്താൻ പാടില്ല. അത് രണ്ടായിട്ട് തന്നെ കാണണം. സാറ് പറഞ്ഞത് ശരിയാണ്. ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ മെട്രിമോണിയൽ കൗൺസിലിംഗ് പെട്ടെന്നൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിലും ഭയങ്കര പ്രശ്നങ്ങളാവാൻ സാധ്യതകളുണ്ടാകും. മെട്രിമോണിയൽ കൗൺസിലിംഗ് വളരെ വ്യത്യസ്തമാണത് ഫാമിലി തെറാപ്പി തമ്മിൽ. കുട്ടി എന്തെങ്കിലും സാറ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ സാറേ, ഈ ഫാമിലിയില് എക്സ്റ്റൻഡഡ് ഫാമിലിയില് പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ ഇവര് തനതായുള്ള ഈ കുടുംബം അവരതിനെ ഒന്നില്ലെങ്കിൽ ചെറുത്ത് നിൽക്കാനോ അല്ലെങ്കിൽ അവരുടേതായുള്ള രീതിയിൽ അവരുടെ പ്രശ്നം അവർ തന്നെ പരിഹരിക്കാനുള്ള കേൾപ്പും അതുപോലെ സംവിധാനം ഉപായങ്ങളും അവർക്ക് ഉണ്ടായാൽ തന്നെയാണ് അവരുടെ കുടുംബം നന്നായി പോകുള്ളൂ. ഇപ്പൊ എക്സ്റ്റൻഡഡ് ഫാമിലിയിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാകാറില്ലല്ലോ. ഈ മെട്രിമോണിയൽ കൗൺസിലിംഗിൽ നമ്മൾ തയ്യാറാവാറില്ല. മറ്റേ ഫാമിലി തെറാപ്പിയിൽ അത് അപ്പോഴും എക്സ്റ്റൻഡഡ് ഫാമിലിക്ക് നമ്മൾ പോകില്ല. അപ്പൊ അത് കൃത്യമാണ്. രണ്ടാണ്. ഈ എക്സ്റ്റൻഡഡ് ഫാമിലി ഇതും രണ്ടാണ്. സാറേ, വിജയ് സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് നമ്മളെ ഒരിടത്ത് വിട്ടു. അപ്പൊ അവര് ഹസ്ബൻഡ് വൈഫ് നല്ലതായിട്ട് ജീവിച്ചു. അപ്പോഴ് ആദ്യത്തെ തന്നെ അവര് പ്രണയത്തിൽ കൂടിയാണ് വിവാഹം കഴിച്ചത്. അതിനകത്ത് പയ്യൻ ഹിന്ദുവിലെ അപ്പർ കാസ്റ്റും പെൺകുട്ടി ഹിന്ദുവിലെ ഒരു ഏറ്റവും ഇൻഫീരിയർ കാസ്റ്റ് ആണ്. പക്ഷെ ഒടുവിൽ ഒരു 2-3 വർഷത്തിന്റെ ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞിട്ട് അവര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അധികം പേരൊന്നും വിളിക്കാതെ അവർ കല്യാണമൊക്കെ നടത്തി. പക്ഷെ ഒരു വർഷം, ഈ കല്യാണത്തിന് 1 വർഷത്തിന് ശേഷം ഈ പേരൻസ്, 2 സൈഡിലും പേരൻസ്
അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് മാരിറ്റൽ കൗൺസിലിംഗ് തരുമ്പം അവർക്ക് തമ്മിൽ പ്രശ്നമില്ല. പക്ഷെ ഇവരുടെ മേലെ ഈ പേരൻസ് 4 പേരോട് ചെലുത്തുന്ന പ്രശ്നങ്ങളാണ്. അതായത് അപ്പൊ അവർക്ക് ഇൻഡിപെൻഡന്റ് ജീവിക്കാനും പറ്റുന്നില്ല. ഏതായാലും അവർക്ക് ചെറുക്കന്റെ വീട്ടിലോ പെണ്ണിന്റെ വീട്ടിലോ നിൽക്കണം ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്. പക്ഷെ അവര് അണ്ടർഗോ ചെയ്യുന്ന ആ അവസ്ഥ അല്ലെങ്കിൽ ആ എന്താ പ്രശ്നബാധിതമായ രീതിയിലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. ഫാമിലി കൗൺസിലർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷേ ഫാമിലിക്ക് ശരിക്കും പറഞ്ഞ അവിടുത്തെ കൾപ്രിറ്റ്സ് എന്ന് പറഞ്ഞാൽ പേരൻസ് ആണ്. 2 പേരൻസും. ഒരാള് ഈ എന്റെ കാസ്റ്റ് ഹൈറാർക്കിയുടെ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്, അത് വേറൊരു പ്രശ്നമില്ല. പിള്ളേർ ഓക്കെ. പക്ഷെ പിള്ളേർക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തമ്മിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തമ്മിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് ചോദിക്കുന്നത്, ഈ സാറ് പറഞ്ഞ അതേ രീതിയിൽ കൗൺസിലിംഗ് ആണ് നടത്തുന്നത്. പക്ഷെ ഇപ്പം പിള്ളേര് പേരൻസിന്റെ അടുത്ത് ഒരു റിവെഞ്ച്ഫുൾ ആയിട്ട് ജീവിക്കുന്നു 2 സൈഡില്. ആൺകുട്ടി പെൺകുട്ടിയുടെ പേരൻസിനെ കളിയാക്കുന്നു, ഇയാളുടെ ഒക്കെ മോശപ്പെട്ട കാസ്റ്റ് അല്ലേ. മറ്റേ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ വലിയ അപ്പർ കാസ്റ്റ് ആണ് എന്റെ ജീവിതം തോലഞ്ഞത്. ഇത് പറഞ്ഞിട്ട് അവർക്ക് ജീവിക്കാനൊന്നുമില്ല. ആർഗ്യുമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദ ഫാമിലി കൗൺസിലർ ഈസ് ഹെൽപ്ലെസ്. ദ കൗൺസിലർ, ദ മാരിറ്റൽ കൗൺസിലർ ഈസ് ഹെൽപ്ലെസ്. അപ്പൊ ഞാൻ ചോദിച്ചു മുമ്പ് സാറ് പറഞ്ഞ പോലെ ഇതിനകത്ത് കുടുംബത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഇവരെ നല്ലതായിട്ട് ബെറ്റർ ആക്കിയിട്ട്, പക്ഷെ ഇവർ ചെല്ലുന്ന അവസ്ഥയിൽ ഇവർക്ക് ഇൻഡിപെൻഡന്റ് താമസിക്കാൻ പറ്റത്തില്ല അവസ്ഥയിൽ. ഇപ്പോഴത്തെ പൈസ അത്രയേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഏതെങ്കിലും ഒരു പേരന്റിനോട് ജീവിക്കണം, ഏതെങ്കിലും ഒരാളുടെ സൈഡിൽ ജീവിക്കണം. അപ്പൊ അവർ കേൾക്കുന്ന ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബം ഇങ്ങനെ തകരാൻ പോകുന്ന അവസ്ഥയിലാണ് അവര് ഇപ്പം നടക്കുന്നത്. അപ്പം മാരിറ്റൽ കൗൺസിലിംഗ് പറഞ്ഞ ഫാമിലി കൗൺസിലിംഗിന്റെ ഫാമിലി പഠിക്കാതെ അവരെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണോ അവർ അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, സാറിനോട് വ്യക്തമായി ചോദിച്ചതേ. പ്രശ്നം സാർ കോംപ്ലിക്കേറ്റഡ് ആണ് സാർ പ്രശ്നം. അതായത് ഇപ്പൊ ഇവരിപ്പോ ഒരേ കോരിക്ക് കീഴെ താമസിക്കുകയാണെങ്കിൽ അവരെ ഫാമിലി ആയിട്ട് തന്നെ കണക്കാക്കാം. അവരിപ്പോ പെങ്കിൽ കൂടിയിട്ട് ഇവർക്ക് ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അതില്. അപ്പോ കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നം. ഈ ഫാമിലി തെറാപ്പി വഴി കറക്റ്റ് ആണ്. ജോലന സാർ പറഞ്ഞ പോലെ ഇത് അതിന്റെ ചോദിച്ച കാര്യമാണ്. ഫാമിലി കൗൺസിലിംഗ് തന്നെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ ഗുണം ചെയ്യുക. അവരിപ്പോ അവയർനെസ്, നമ്മളിപ്പോ ഇന്ന് സംസാരിച്ച വിഷയത്തില് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് അവയർനെസ് അവർക്കില്ല. ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ ഈ പ്രശ്നം ഒരു കോൺഫ്ലിക്റ്റ് ആ കുടുംബത്തിലുണ്ട്. ആ കുടുംബത്തിലെ ആ കോൺഫ്ലിക്റ്റ് ഗുരുതരമായുള്ള കോൺഫ്ലിക്റ്റ് തന്നെയാണെങ്കിൽ തന്നെ അത് ദീർഘകാലം ഇങ്ങനെ നിലനിന്ന് പോവാണെങ്കിൽ അതിന്റെ ദോഷം ഇരട്ടിച്ച് കൂടെ അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ മുന്നോട്ട് പോകും. അതായത് അടയ്ക്കയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, പക്ഷെ കവുങ്ങായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോ ഈ രീതിയിൽ അവരെ മനസ്സിലാക്കിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവയർനെസ് അങ്ങനെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇവരാകെ ഒരുമിച്ചുള്ള യാത്ര മാത്രമേ ഉള്ളൂ. ഇവൻ ഇപ്പൊ കോമൺ അല്ല, ഇവൻ ഒരു ബെഡ്റൂമിൽ പോലും ഇപ്പൊ ഇതായിപ്പോയി, സ്പ്ലിറ്റ് ആയി. രാവിലെ ഓഫീസിൽ 2 ഒരുമിച്ച് വരുന്നുണ്ട്, തിരിച്ചു ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുന്ന ഒരുമിച്ചാ. സാർ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ 2 പേർക്കും നമ്മൾ കുടുംബക്കാരെ മാറ്റി നിർത്തുക, 2 പേർക്കും ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കണം. അവരുടെ മുമ്പിൽ നാം കൊടുക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിച്ചത് എന്നും. ഈ വഴക്കും വയ്യാവലിക്കാണെങ്കിൽ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല. വിവാഹം എന്നുള്ള പവിത്രമായ ആ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ബാക്കി കൂടെ ചെയ്യണം. ഒരു കുടുംബത്തിന് അച്ഛൻ, അമ്മ, കുട്ടി, ഇവർക്ക് കുട്ടികളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒരു കുട്ടി അടുത്ത തലമുറയ്ക്കുള്ള ഉത്തരവാദിത്വം കൂടി അവരെ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് സെൽഫ് അവയർനെസ് അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ അവരിങ്ങനെ പിണങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാല് ഈ സെക്സിന്റെ സ്ഥാനം എവിടെയാണെന്നാണ് മറ്റൊരു ചോദ്യം വരുന്നത്. മൂന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പേരൻസിലേക്ക് പോകാം. ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയുടെ ചിന്ത പേരൻസിലാണ് കൂടുതൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവരന്നും ആ ശത്രുതാ മനോഭാവത്തെ കൂടി കണ്ടുകൊണ്ടേയിരിക്കും. അവർ പരസ്പരം ഉള്ളിൽ ആ ശത്രുതാ മനോഭാവം കാണുകയും ഇപ്പുറത്ത് ആ ആശയം പുറത്തു വിട്ട് ഇവരുടെ സഹകരണം നഷ്ടപ്പെടുത്തുകയാണ്. ഭാര്യയുടെ ഭർത്താവിന്റെ സഹകരണം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്താനുള്ള ഇവിടുത്തെ ഒരു പ്രധാന കാരണം ഈ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ഉയർന്ന തലമാണ്. ഇപ്പൊ നോർത്തിലൊക്കെ കണ്ടിട്ടില്ലേ,
താഴ്ന്ന ജാതിയിലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, രണ്ടുപേരെയും തീ കൊളുത്തി കൊന്ന കേസ്, സ്വന്തം മകളെ വെട്ടിക്കൊന്ന കേസ്. അധിക ദൂരമൊന്നും പോണ്ട. അവിടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വൈരാഗ്യമാണ്. എൻ്റെ മകൾ ഒരു പുരുഷനെയാണ് കല്യാണം കഴിച്ചത്, അതിൽ പ്രശ്നങ്ങളില്ല, അവരെ സന്തോഷത്തോടെ സ്വീകരിക്കാം എന്നുള്ളതിന് പകരം സാമൂഹ്യമായ ഒരു ചിന്ത, ഉയർന്ന കാസ്റ്റായ എനിക്ക് കിട്ടിയത് താഴ്ന്ന കാസ്റ്റിലുള്ള ഒരു പെൺകുട്ടിയാണ്, വെച്ചിരുത്താൻ ഒക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, മകൻ മരിച്ചാലും മകൾ മുണ്ടയാവണം അല്ലെങ്കിൽ വിധവയാവണം. ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ എസ്കേപ്പ് ഫ്രം ദം, അവർ മാറി സ്വതന്ത്രമായി താമസിക്കുക. അതുമാത്രമാണ് അതിനൊരു ബലവത്തായ അവസ്ഥ. കുടുംബത്തിലേക്ക് കയറിയാൽ ഉടനെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരും പെരുമാറും. എൻ്റെ ചിന്തയാണ്. ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് സാറേ, ഞങ്ങളിപ്പോ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് കുറച്ച് ഒരു വലിയൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കിയിട്ട് ഒരു വാടകയ്ക്ക് ഒരു വീട് എടുക്കാനുള്ള തീരുമാനമായി. അവരെ ഈ ഫെബ്രുവരി അവസാനം അവരെ നിർബന്ധിച്ച് വീട് മാറ്റിക്കുക. ജോലിയില്ല, ബട്ട് വി ആർ ഹെൽപ്പിംഗ് ദം നോട്ട് ടു റൂൾ ദെയർ ഫാമിലി. അതന്നെ സൊല്യൂഷൻ ഉള്ളത്, അതന്നെ ശരി. ഈ പറഞ്ഞ കാര്യങ്ങൾ വിജയിക്കുള്ളൂ ഇവിടെ. കാരണം ഇങ്ങനെ ഒരു കാര്യം അവരുള്ള അത് തന്നെ വിജയിക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അവരുടേതായുള്ള ഈ ഒരു കാര്യത്തിൽ ഓപ്പൺ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിംഗ് പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനത്തെ ഡിസ്കഷനിൽ പ്രസക്തി ഇല്ല. നമ്മൾ അവരായിട്ട് സംസാരിച്ച് അവരുടേതായുള്ള രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ശരിയുള്ള കാര്യം. പക്ഷെ ഇതൊരു നല്ലൊരു ഉപായം തന്നെയാണ്. വ്യത്യസ്തമായിട്ട് അവര് വളരട്ടെ, അതന്നെ ഒരു മാറി താമസിക്കുന്നതാണ് വേണ്ടത്. ഓക്കെ സർ, താങ്ക് യു സർ. പ്ലാറ്റ്ഫോമിലുള്ള മറ്റുള്ളവരും കൂടെ അഭിപ്രായം പറയൂ കേട്ടോ. കാരണം ഇതൊരു കുടുംബ പ്രശ്നങ്ങളാണ് വിജയൻ സാറ് ഇന്ന് പറഞ്ഞു തന്നത്. എന്നാലും കഴിഞ്ഞ ക്ലാസ്സും കുടുംബം, അതിലെ വ്യക്തികളാണല്ലോ നമ്മൾ. നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം സാർ. ഓക്കെ സാറേ, ഗൗരവമായ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞോ? എന്താ സാർ, സാറിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യത്തിന് ഉത്തരം കിട്ടിയല്ലോ സാറേ. കുട്ടികള് അത്യാവശ്യമാണ് കുടുംബത്തിന്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറയില്ലേ. വ്യക്തമായിട്ടും അത് അത്യാവശ്യമാണ് കുറയാനായിട്ട്. വളരെ ഗൗരവമായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ കൗതുകത്തിനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാറിന്റെ പഠനത്തിലും അനുഭവത്തിലും ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാകാത്ത ഏതെങ്കിലും കുടുംബങ്ങൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നത്. ഇനി അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളെ കണ്ടെത്തിയിട്ട് അവരെ പഠിച്ചതിന്റെ വല്ല പഠന രേഖകൾ നമുക്ക് ലഭ്യമാണോ? സാറിന്റെ ഈ ചോദ്യത്തിന് ഞാനൊരു മറു ചോദ്യം ചോദിക്കട്ടെ സാറേ. ഞാനിപ്പോ സാറിനോട് ചോദിക്കാണ്, സാറിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സാറ് തന്നെ വളരെ ആവേശത്തോടു കൂടി ഒരു പ്രശ്നമില്ല, ഞങ്ങൾ വളരെയധികം സന്തോഷമായിട്ടാണ് സമാധാനത്തോടെ ജീവിക്കുന്നത് സാറ് പറയും. അപ്പോ അതുപോലെ തന്നെയാണ് എല്ലാ കുടുംബങ്ങളിലും കാര്യം. അവരുടെ പ്രശ്നങ്ങള് ഒരു പ്രശ്നവും ഇല്ലാന്ന് മാത്രമേ എല്ലാവരും പറയുള്ളൂ. പക്ഷെ അതെല്ലാം അതിപ്പോ ഒരു പ്രശ്നവും ഇല്ലാതെ എന്തെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ അതൊരു കുടുംബമേ അല്ല. അവര് ജൈവമായിട്ടുള്ള പ്രതിഭാസങ്ങളല്ല അവര്. അപ്പോ സാധാരണമാണ് ഈ മെട്രിമോണിയൽ കോൺഫ്ലിക്ട്സ്. അതിൽ ഒരു അസാധാരണത്വവും ഇല്ല. അതില്ലെന്ന് പറയുന്നത് ശുദ്ധ നുണ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് അവര് പരിഹരിക്കുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്, അവര് പരിഹരിക്കുന്നുണ്ട്. ആ പരിഹരിച്ചിട്ട് ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കാം. പക്ഷെ ഇല്ലെന്ന് പറയുന്ന ഒരു കുടുംബവും ഇല്ല, ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവുകയുമില്ല. അതിന് വ്യക്തമായ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. ഉണ്ടാവുകയാണെങ്കിൽ
അതിനെ പോസിറ്റീവായിട്ട് റിസോൾവ് ചെയ്യുക. അതാണ് ഉപാധി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ല ഫലം അത് ചെയ്യും എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിന്റെ പറഞ്ഞതിന്റെ മുഴുവൻ കാര്യങ്ങൾ. സാറിന്റെ ചോദ്യം വളരെ നന്നായിരുന്നു. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുന്ന കുടുംബങ്ങളാണ് കൂടുതൽ. പ്രശ്നം ഉണ്ടാക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം അത്ര വലുതല്ല. നമ്മൾ ആരും അടുക്കില്ല. ഒരു കുടുംബ സങ്കീർണമാണല്ലോ കുടുംബങ്ങളുടെ കാര്യങ്ങള്. നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അതിൽ ആരും നമ്മൾ കൈകടത്താൻ അനുവദിക്കില്ല. അത് കുടുംബത്തിന്റെ ഒരു സ്വഭാവമാണ്. എല്ലാ കുടുംബങ്ങളിലെയും സ്വഭാവം തന്നെയാണത്. അത് തന്നെയല്ലേ, അത് ശരിയാണത്. അല്ല തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിൽ യാതൊരു വാസ്തവം ഉണ്ടാകില്ല. അത് വാസ്തവമല്ല, സാധാരണമാണ് കോൺഫ്ലിക്ട്സ് എന്നുള്ളതാണ്. പ്രശ്നമില്ലെന്നാരെങ്കിലും പറഞ്ഞാൽ അത് നുണ പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അതെ, യാതൊരു സംശയവുമില്ല. തെളിവുകൾ കണ്ടിട്ട് നമുക്ക് അതിനെ റെഫ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പക്ഷെ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരു കുടുംബത്തിന്റെ ആ കുടുംബങ്ങളുടെ സ്വഭാവം അറിയാലോ സാറിന്. എല്ലാ കുടുംബങ്ങളിലെ സ്വഭാവം അറിയാലോ. അപ്പൊ ആരും പിന്നെ ഉള്ളതൊന്നും തുറന്നു പറയാറുമില്ലല്ലോ. അതും വാസ്തവാണല്ലോ. സാറേ, ഞാനൊന്ന് പറയട്ടെ. സാറിന്റെ ക്ലാസ് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ കൺഗ്രാജുലേഷൻസ് ഉണ്ട്. സാറ് പറഞ്ഞതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് എടുത്ത് പറയുന്നത് മാത്രമുണ്ട്, ആവശ്യമില്ലാത്തതാണ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ നമുക്ക് വേണ്ടത്, നമുക്ക് എല്ലാവരും ആണായാലും പെണ്ണായാലും ഇപ്പോഴത്തെ കാലത്ത് ഒരു 10 പേര് അല്ലെങ്കിൽ എഴുത്തും വായനയും അറിയാവുന്നവരാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ യുണീക്കാണ്. നമുക്ക് പുരുഷനും സ്ത്രീക്കും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം. നമ്മളത് കാണുന്നുണ്ട്, ചുറ്റുപാടും കാണുന്നുണ്ട്. അപ്പം എററീസ് നമ്മൾ കേൾക്കുന്നതാണ്. മനുഷ്യന് പറ്റുന്നതാണ് കുറ്റം. അത് ക്ഷമിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് വേണ്ടത്. അടിയുറച്ച ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതാണ് ഇപ്പോൾ ഞാൻ ഒത്തിരി കണ്ടുവരുന്നത്. ദൈവവിശ്വാസമില്ലേ, എന്ത് തന്നെ ആയിക്കോട്ടെ, മനുഷ്യൻ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ആരായാലും അടിയുറച്ച് വിശ്വസിച്ച് നീങ്ങുകയാണെങ്കിൽ അതിനകത്തുള്ള ചില മൂല്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. പിന്നെ നമ്മൾ പക്വതയും പാകതയും വിനയവും ക്ഷമയും വകതിരിവുള്ള ആളാണെന്ന് നമ്മൾ സ്വയം മനസ്സിലേക്ക് പറയുക. നമ്മളിപ്പോൾ ഓരോ തരത്തിൽ നമ്മൾ പറയുന്നുള്ളൂ, പ്രാർത്ഥിക്കുക പോലും അങ്ങനെയല്ല. അധികം നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നമ്മൾ പറയുക, നമ്മൾ എല്ലാം നല്ലതിനായി തീരും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, എപ്പോഴും നമ്മൾ വലിയഭാവം കാണിച്ചിട്ട് മറ്റേ ആളെ നമ്മൾ കുറ്റപ്പെടുത്തുക, അത് നമ്മൾ ബ്ലെയിം ചെയ്യുക എന്നുള്ള ഏർപ്പാട് നമ്മൾ തീർക്കണം. അത് നമ്മൾ കഴിവും നമ്മൾ അധികാരപ്പെടുത്തിയിരിക്കണം. മറ്റൊരാൾക്ക് നമ്മൾ എപ്പോഴും സപ്പോർട്ടീവ് ആകണം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കുടുംബങ്ങളിൽ തകർച്ചയ്ക്ക് കാരണം മദ്യപാനവും അതുപോലെ ജോലിക്ക് പോകാതിരിക്കുകയും പണത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അത് രണ്ടുപേരും കൂടി യോജിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണം കണ്ടെത്തുവാനും വലുതല്ല. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങേയറ്റം ആകുക എന്നുള്ളത്, ഉള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ തൃപ്തി അടയുക എന്നുള്ളതാണ്. അപ്പൊ അത് മതി. നമ്മൾ കൂടുതൽ അമിതമായുള്ള ആഗ്രഹങ്ങൾ നമ്മൾ കൈവടിക്കുക. നല്ല രീതിയിൽ ദൈവത്തെ മുൻനിർത്തി മുമ്പോട്ട് നീങ്ങുമ്പോൾ കുടുംബജീവിതം ഭദ്രമാകും. ഇടയ്ക്കിങ്ങനെയുള്ള താളപ്പിഴകളൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്ന് തന്നെയാണ് സാറ് പറഞ്ഞ് എടുത്തു പറഞ്ഞ് നമുക്ക് ഞങ്ങളോട് ഊന്നി പറഞ്ഞത്. അതും കൂടെ നല്ലതാണ്. മദ്യപാനവും അതുമൊക്കെ ഉള്ളപ്പോൾ വിശ്വാസത്തിലേക്ക് വരാൻ രണ്ടു കൂട്ടരും തയ്യാറാകണം. നമുക്ക് മക്കളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ഇവിടെ പ്രശ്നം ഉണ്ടായി, ഭർത്താവ് വലിയ പ്രശ്നക്കാരനടുത്ത് വന്ന് ചിന്തിക്കുമ്പോൾ എന്റെ പെങ്ങളെ അപ്പുറത്ത് വിവാഹം കഴിച്ചു വിട്ടിട്ടുണ്ട്, എന്റെ ഇളയതായിരിക്കാം. അതുപോലെ എന്റെ ഒരു സ്ത്രീ വിചാരിക്കണം, എന്റെ ഒരു അനുജൻ അല്ലെങ്കിൽ ഒരു സഹോദരനെ അവിടെ കെട്ടിച്ചു വിട്ടു, അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാനത് എങ്ങനെ പരിഹരിക്കും? എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് തന്നെയാണല്ലോ വന്നത്. അപ്പം നമ്മൾ വളരെ പക്വതയോട് പാകതയോട് ഇടപെടണം എന്ന് മാത്രമാണ്. സാറിന്റെ ക്ലാസ് വളരെ നല്ലതാണ്. എല്ലാ വിജയങ്ങളും എല്ലാവർക്കും, ഒത്തിരി സാറിനും. ശരി, സാറ് പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ്. സാർ ഈ ഇതൊക്കെ ദൈവവിശ്വാസവും അതുപോലെ തന്നെ ഈ മതങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് സാറേ. ഈ കുടുംബം നന്നാവാൻ വേണ്ടി കുടുംബങ്ങൾ ഇത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞത്, പക്ഷെ ഇത് തർക്ക വിഷയമാകാനും സാധ്യതയുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ദൈവത്തിലും മതത്തിലും വിശ്വസിക്കും.
പറയുന്നത് പക്ഷെ അതിനു വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തോമസ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? തോമസ് അച്ഛൻ, ബിനു, സനൽ, ജോർജ് സാർ. ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് വിജയരാമൻ സാറ് ഏതായാലും ഈ വിഷയത്തിൽ വളരെ കാര്യമായി പഠിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരു നിർദ്ദേശം വയ്ക്കാനുള്ളത്, ഇപ്പം നമ്മുടെ ഇടയിൽ കാണുന്ന എല്ലാ സൈക്കോളജി ടെസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഏത് സൈക്കോളജിയെ കുറിച്ച് ആളുകൾ പറഞ്ഞാലും അതെല്ലാം വിദേശത്തു നിന്ന് വരുന്നവര് ഇറക്കുമതി സാധനം, അതിനെ നമ്മുടേതായിട്ടൊന്ന് പിന്നെ ബാപ്റ്റൈസ് ചെയ്തെടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിരിക്കുന്നത്. പകരം ഏതായാലും ഇതിന് ഇറങ്ങി പുറപ്പെടുന്ന ആർക്കെങ്കിലും, അതിൽ വിജയരാമൻ സാറിന് മുന്നിട്ടിറങ്ങാമെങ്കിൽ നല്ല കാര്യം. നമ്മുടെ ഈ നാട്ടിലെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരു 10-15 പേരുണ്ട്. നമുക്ക് നമ്മുടെ അനുഭവത്തിലും അറിവിലും പെട്ട നല്ല കുടുംബമെന്ന് തോന്നുന്ന ചില കുടുംബങ്ങൾ കാണും. അവരെ പ്രത്യേകമായിട്ട് എടുത്തിട്ട് ഒരു 5-10 കുടുംബങ്ങളെ എടുത്ത് ഒന്ന് പഠിക്കുക. അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പൊതു മനുഷ്യർക്കുള്ളത്. നിങ്ങളുടെ ഈ നല്ല കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അതിന് കാരണമായി തീർന്ന കാര്യം എന്താണ്? അഥവാ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ള ഒരു നമ്മുടെ നാടൻ രീതിയിൽ കേരള പശ്ചാത്തലത്തില് മലയാള പശ്ചാത്തലത്തിൽ ഒരു പഠനം നടത്തുന്നത് അത്യാവശ്യമാണ്. പലതും നമുക്ക് വിദേശത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങളും കാര്യങ്ങളാണ്. ചിലതെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആണ്, കുഴപ്പമില്ലായിരിക്കാം. പക്ഷെ ഏറിയ കൂറും ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പലപ്പോഴും ഈ ഫാമിലി സൈക്കോളജിയിൽ മാത്രമല്ല, യൂത്ത് സൈക്കോളജി ആണെങ്കിലും ചൈൽഡ് സൈക്കോളജി ആണെങ്കിലും ഒക്കെ ഈ ഒരു പ്രശ്നം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, 100% ശരിയാണ് സാർ. കാരണം ഈ പാരന്റിങ്, അതായത് സാർ പറഞ്ഞ പോലെ തന്നെ പാരന്റിങ്ങിന്റെ നമ്മൾ അതോറിറ്റേറിയൻ അങ്ങനെ കുറെ വിഭാഗങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ തികച്ചും അമേരിക്കയിലുള്ള അത് അങ്ങനെയൊക്കെ പകർത്തിയതാണ്. പല കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് സാറേ. ഇത് പൗരസ്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി. പക്ഷെ ഞാൻ റെഫർ ചെയ്യുന്നത് ഇഗ്നോന്റെ സ്റ്റഡി മെറ്റീരിയൽ ആണ്. അതൊരു പരിധിവരെ കുറെ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് ചിന്തിക്കുന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് മാറ്റിനി വെബിനാറിൻ്റെതായിട്ട് ഒരു പുസ്തകം ക്രിയേറ്റ് ചെയ്യാം, നാടൻ പുസ്തകം. അതെ അതെ അതെ, ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ സാർ. നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞരെ ഇപ്പൊ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ജോർജ് സാർ പറഞ്ഞ കാര്യത്തിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫാമിലിയെ കണ്ടെത്താനുള്ള പാട്. രണ്ടാമത് നമ്മൾ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കൂടെ നമ്മൾ തീർക്കേണ്ടി വരും. പിന്നെ അവരുടെ സീക്രട്സുകൾ പുറത്ത് പറയില്ലല്ലോ കുടുംബങ്ങള്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പരിപൂർണ്ണമായിട്ട് വാസ്തവായിരിക്കില്ല. എല്ലാം സർഫസ് ലെവലാണ്, നോ ഡീപ്പ് ലെവൽ. സാബു സാർ പറഞ്ഞതിൽ ഒരു കാര്യം എൻ്റെ അകത്തുണ്ട്. അതായത് ഈ യൂറോപ്യന്മാരെ അല്ലെങ്കിൽ അമേരിക്കൻസ് അതുപോലെയൊക്കെയുള്ള ആളുകൾ വളരെ ഓപ്പൺ ആണ്. ഒക്കാഴി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ഒക്കാഴി കാണിക്കുന്നുണ്ടെന്ന് തന്നെ പറയും. പക്ഷെ നമ്മുടെ സമൂഹത്തില് അത് പറയില്ല, അതിനെ മറച്ചു വെക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. പക്ഷെ എങ്കിൽ കൂടെയും നമുക്കൊരു അന്വേഷണം നടത്തി നോക്കാവുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു മുൻവിധി ഇല്ലാതെ കൊണ്ട് ഇപ്പോൾ എനിക്ക് ചില ഫാമിലിയെ വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഈ ഹ്രസ്വകാല ജീവിതത്തിനിടയിൽ വളരെ ബെറ്ററായിട്ട് ജീവിക്കുന്ന കുടുംബമെന്ന് എനിക്ക് പല പ്രകാരത്തിൽ തോന്നിയിട്ടുള്ളതുണ്ട്. അങ്ങനെ നിങ്ങൾക്കുമൊക്കെ തോന്നിയിട്ടുള്ളൂ. ഒരുപാട് കുടുംബമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നിയതിലെ എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് സ്ക്രീൻ ചെയ്തിട്ട് ഒരു അന്വേഷണം ആരെങ്കിലും, ഏതായാലും ഈ റിട്ടയർമെന്റ് ലൈഫ്, ഈ പഠനത്തിന്റെ കാലഘട്ടം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുക്കാവുന്ന ഒരു വെല്ലുവിളി ഞാനൊന്ന് വെക്കുവാനെന്നത് മാത്രമേ. ഒരു റിസർച്ച് ആണല്ലേ, ഒരു റിസർച്ച് ഏരിയ. തീർച്ചയായിട്ടും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് നാടൻ വെക്കുന്നാല ഒരു നാടൻ സൈക്കോളജി വയ്ക്കാം. ജോഷ് സാർ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ജോഷ് സാറിന്റെ പോലെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഞാൻ എന്റെ നോട്ടത്തിലൊന്നും കണ്ടില്ല, ഒന്ന് സൂക്ഷിച്ച് നോക്കാം ഇനി. ഫാമിലിയെ നന്നായിട്ട് തോന്നുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു 1-2 ഫാമിലിയെ കണ്ടിട്ടുണ്ട്. പല പ്രകാരത്തിൽ ഞാൻ നോക്കിയിട്ട് വളരെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്ത് സർ? ഉലഹനൻ സാറിന്റെ ഫാമിലീസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക.
ഞാൻ നോക്കട്ടെ സർ, ഞാൻ നോക്കട്ടെ. അതിന് മുമ്പ് ഞാൻ ഈ കാര്യം ഒന്ന് പറയട്ടെ. നമ്മളൊരു നല്ല മുഖംമൂടി ധരിച്ചിട്ടാണ് ഓരോ സെക്രട്ടറി ജീവിച്ചു പോകുന്നത്. ആ മുഖംമൂടി ഒന്ന് എടുത്തു മാറ്റി വെച്ചിട്ട് നാം കൊടുക്കുന്ന ക്വസ്റ്റ്യനെയറിന് ഉത്തരങ്ങൾ തരികയാണെങ്കിൽ ജോഷി സാറ് പറഞ്ഞത് 100% വിജയത്തിൽ എത്തിക്കാൻ കഴിയും, ഒരു സംശയമില്ല. ഞാനിവിടെ ഇരിക്കുമ്പോഴും എന്ത് സർ, മുഖംമൂടി മാറ്റിയിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. ഓരോരുത്തർക്കും ഓരോ മുഖംമൂടി വെച്ചിട്ടാണ് പെർസോണ ഇല്ലാത്തൊരു യാത്ര നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരി. ഭാര്യയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പെർസോണ ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. മക്കളുടെ അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു പെർസോണയാണ്. ഓഫീസിലെത്തുമ്പോൾ അത് തന്നെയാണ്. പ്ലസ് പതുക്കെ പറയട്ടെ, കാമുകിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നാം വെക്കുന്ന ഒരു പെർസോണ ഏറ്റവും മനോഹരമായിരിക്കും. അപ്പൊ ഇത്തരം പെർസോണകള് അല്ലെങ്കിൽ മുഖംമൂടികളുമായി മുന്നോട്ട് പോകുന്നത് മനുഷ്യന്റെ പ്രകൃതമാണ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും. അതൊന്നും മാറ്റി സർ. നമസ്തേ സാർ. ഇതിനകത്ത് നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും ക്ലാസ് കേൾക്കാൻ ഉണ്ട്. കൂടുതലൊന്നും സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ കുറെ കൂടുതൽ കാര്യം ഡൗട്ടുകളുണ്ട്. പക്ഷെ അടുത്ത ക്ലാസ്സിലാവട്ടെ, ചോദിക്കാം. നന്നായിട്ടുണ്ട് സാർ, താങ്ക് യു വെരി മച്ച്. ഇതിന്റെ അടുത്ത വേർഷൻ ഉണ്ടോ സാർ? ഇനി ഇതിന്റെ വേർഷൻ നമ്മളിപ്പോ ഇത് ഈ രീതിയിൽ ഒതുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോ ഈ സബ്ജക്റ്റിൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിനി പോസിറ്റീവ് പാരന്റിങ്, ഇപ്പൊ നേരത്തെ ഇപ്പൊ സാർ പറഞ്ഞല്ലോ, വളരെ നല്ലൊരു കാര്യമാണ്. ഈ അമേരിക്കൻ അല്ലെങ്കിൽ പാശ്ചാത്യ കാര്യങ്ങള് ആണ് നമ്മളെ തലയില് ഭാരം ആക്കി വെച്ചിട്ട് തെറ്റായ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള കാര്യമാണ് പാരന്റിങ് എന്ന് പറഞ്ഞ കാര്യം. അതിപ്പോ മറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ പാരന്റിങ് ആണല്ലോ ഈ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അതിൽ ആ രീതിയിൽ പോസിറ്റീവ് പാരന്റിങ്, ആ വിഷയത്തിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. പാരന്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ പാരന്റിങ് ആണ്. നമ്മള് സാധാരണ കുട്ടികളുടെ പാരന്റിങ് അല്ല, നമ്മളെ തന്നെ പാരന്റ് ചെയ്യാ. അല്ല, ഈ ഇതിന്റെ കോൺഫ്ലിക്റ്റിന്റെ കാര്യത്തിൽ ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ല. ഇതിപ്പോ ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇതില് പറയേണ്ടതെല്ലാം ഞാൻ 2 ഇതിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ ചില കാര്യങ്ങൾ മാത്രം വിശദീകരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയുകയാണെങ്കിൽ മാത്രം ചെയ്യാം. അല്ലെങ്കിൽ സാറിനൊന്ന് വിജയരാമൻ സാറിന്റെ നമ്പർ ഒന്ന് ഇട്ടോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആധികാരികമായി. സാറ് ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ സാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ട് പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ സാറിന് കണ്ടന്റ് കൊടുത്താൽ സാർ അത് ഡെവലപ്പ് ചെയ്യും. അതൊക്കെ ഞാൻ ലാസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ഇത് മൊബൈൽ നമ്പർ എന്റെ. എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ വിളിച്ചത് ഞാൻ തരാം. അല്ലെങ്കിൽ സാർ ഓക്കെ, നോ പ്രോബ്ലം. വേറെ ഞാൻ പറയുന്നത് തോമസ് അച്ഛൻ ഉണ്ടോ ഇവിടെ? രമാപതി മാം, നാഷ്, തോമസ് എബ്രഹാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. സാറേ കേൾക്കാമോ സാറേ? ആ യാത്രയിലാണ്. അത് ക്ലാസ് വളരെ നന്നായിരുന്നു സാറേ. അത് സാറ് പറഞ്ഞ പോലെ ആ വേലക്കാരിന്റെ പ്രശ്നം പറഞ്ഞില്ല, അതില് പിന്നെ എനിക്കൊന്നും പറയാനുള്ളത്, ഈ കൗൺസിലറുടെ അടുത്ത് എത്തിയിട്ടാകുമ്പോ അവര് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുക, ഒരു 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അപ്പൊ അതിലുള്ള അവർക്ക് ഉത്തരം പറയുമ്പോ എല്ലാം നല്ല രീതിയിൽ തന്നെ പറയേണ്ടി വരും. കാരണം സത്യം പറയുമ്പോ നല്ല രീതി. അപ്പൊ ചെറിയൊരു തെറ്റ് പറ്റിയത് ആ സമയത്ത് പറ്റിയതാണെന്നുള്ള രീതിയിൽ അതില് കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൂടുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുടുംബത്തിൽ ഇപ്പം ഭാര്യ പിണങ്ങിയ വീട്ടിൽ പോകും, അപ്പം അമ്മ ഇതൊക്കെ ഇടപെട്ടാല് പിന്നെ കഥകൾ മെനിയും. ഈ പറഞ്ഞ പോലെ അത് പെണ്ണ് കാണാൻ വരുമ്പോഴേ എന്തോ ഒരു കള്ളക്കളി, കള്ളലക്ഷണം ഉണ്ടായിരുന്നു ഒക്കെ. അപ്പൊ അതിന് അവരെ ഉൾപ്പെടുത്താതിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കൗൺസിലർ അത് ഒത്തുതീർപ്പാക്കിയിട്ട് നല്ല രീതിയിൽ വീണ്ടും ലൈഫ് പോകുമ്പോൾ അവരോട് പ്രത്യേകം പറയണം, ഇതിനുള്ള പോസ്റ്റ്മോർട്ടം പിന്നെ വേണ്ട, അത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ശരി സാർ, താങ്ക് യു. എവിടെ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്നത്? ഓക്കെ, തോമസ് അച്ഛനുണ്ടോ? ഇല്ല. ഓക്കെ, വിജയരാം സാർ, വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായി ഒത്തിരിയും. തോമസ് അച്ഛൻ പറയും. ഹലോ, കേൾക്കാമോ? കേൾക്കാം. വിജയസാറിന്റെ പ്രയോജനകരമായിരുന്നു. ഞാനത് ഫുള്ള് കേൾക്കാൻ പറ്റില്ല. എനിക്കൊരു അഭിപ്രായം തോന്നുന്നത്,
സാർ ഇത്രയും പോയിന്റുകൾ പറഞ്ഞത് ഓരോ പോയിന്റ് ആയിട്ട് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും കുറെ കൂടെ സാബു സാർ പറഞ്ഞ പോലെ അത് കണ്ടന്റ് മാത്രം പറഞ്ഞിരിക്കുന്നത് ഫ്രെയിംവർക്ക് ആണ് എങ്കിലും അത് സാധാരണക്കാരെ സംബന്ധിച്ച് അത് അല്പം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറൊന്ന് അത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അത് കുറെ കൂടെ ആളുകൾക്ക് പ്രാക്ടിക്കലായി അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലാക്കാനും കഴിയും. ഞാനങ്ങനെ ചെയ്യാം. ഫാദർ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നു. ഞാനങ്ങനെ ചെയ്യാം ഫാദർ. ഇപ്പോ കറക്റ്റ്, ഞാനങ്ങനെ ചെയ്തോളാം. ഒരു ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ള നിലയ്ക്ക് ഒന്നിച്ച് ഞാൻ കാര്യങ്ങൾ പറയണ്ടേ. അപ്പൊ ഇത് ഞാനങ്ങനെ ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടന്റ് വൈസ് ആയിട്ട് കുറച്ചും കൂടെ ഡെപ്ത് കിട്ടും. ശരിക്കുള്ള ഇഷ്യൂസ് അനലൈസ് ചെയ്യാം. ഒത്തിരി ടെസ്റ്റിമോണിയൽസ് കൊണ്ടുവരാം, അല്ലെ? കേസ് സ്റ്റഡീസ് കൊണ്ടുവരാം. സാറിന്റെ പ്രാക്ടിക്കൽ നോളജ് കേൾക്കുമ്പോൾ തന്നെ ബുലനാൻ സാറൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ഒരു നമ്മളൊരു തിയറി പഠിച്ചാൽ അതിന്റെ പ്രാക്ടിക്കലോട് ചേർത്ത് ചിന്തിച്ചു പോവുകയാണെങ്കിൽ അത് മനസ്സിൽ തറവായിട്ട് നിൽക്കും, പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും, മറ്റൊരാളിന് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. ജോർജ് സാർ പറഞ്ഞ പോലെ നമുക്ക് പ്രായോഗിക തലത്തിൽ ചിന്തിച്ചാൽ ഇങ്ങനത്തെ ഒരു കേസ് സ്റ്റഡിയെ ബേസ് ചെയ്ത് നമുക്കൊരു ബുക്കൊക്കെ വേണമെങ്കിൽ ഇറക്കാം. ഈ ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് ഒരു ബുക്കൊക്കെ ഇറക്കാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എല്ലാവരും കൂടെ ചേരണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫോറത്തിന്റെ പാർട്ടായിട്ടേ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു പാർട്ട് നമ്മളെല്ലാവരും അങ്ങനെ എടുത്താൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഔട്ട്കം ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. ബൈ. നാളെ നമുക്ക് കവിതകളുടെ ദിവസമാണ് കേട്ടോ. പാട്ട് വിശേഷത്തിൽ കവിതകളാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഒരു കവിത എവിടെയാണ്, കോഴിക്കോടുകാരൻ ഒരു ഗാസയെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത അദ്ദേഹം അതിന്റെ അർത്ഥഗർഭമായി സംസാരിക്കും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കവിതകൾ, OMV ഗ്രൂപ്പിന്റെ കവിതകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിരുന്നു. കവിതകൾ, ഇഷ്ടമുള്ള കവിതകൾ പാടും. ഓക്കെ, അപ്പൊ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു.